പ്രത്യേകിച്ച് നമ്മുടെ സഹോദരിമാർക്കും പെണ്ണുങ്ങൾക്ക് കളിക്കും വസ്വാസ് ഉണ്ടാവാം. ബാത്റൂമിൽ കയറിയ വല്ലാത്തൊരു കളി വസ്വാസ് ഭയങ്കര സൂചന കാര്യം രക്ഷിക്കുമാറാവട്ടെ. ചിലരൊക്കെ ബാത്റൂമിൽ കയറിയാൽ എന്റെ അടുത്ത് കൗൺസിലിംഗ് കേസ് വന്നിട്ടുണ്ട്. ബാത്റൂമിൽ കയറിയാൽ മിനിമം 5-6 മണിക്കൂറാണ്. മിനിമം 3 മക്കളുടെ ഉമ്മയാണ്, ആ സഹോദരന്റെ ഉമ്മയാണ് അവരെ കൊണ്ട് വന്നത്. വിഷയം പറഞ്ഞു, എന്താ ഉസ്താദെ എന്താ കാര്യങ്ങൾ? ഉസ്താദെ ബാത്റൂമിൽ കയറി ഇവർക്ക് 3 മക്കളുണ്ട്, ഭർത്താവ് ഗൾഫിലാണ്. ഇവരുടെ മക്കളെ നോക്കിയിട്ട് ഞാൻ കുഴങ്ങി, നോക്കാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല, എനിക്ക് പ്രായമായി എന്നെ കൊണ്ട് ആവുകയും. അതുകൊണ്ട് ഇവിടെ ബാത്റൂമിൽ കയറിയാൽ 5-6 മണിക്കൂറായി ഇരിക്കുന്നത്. എന്തൊരു ഏർപ്പാടായിരുന്നു ഇതൊന്ന് എങ്ങനെയെങ്കിലും കൗൺസിലിംഗിലൂടെ തീർക്കാൻ. സൈക്കോളജി പറയുന്നത് വസ്വാസിന് പരിഹാരമില്ലെന്നാണ്, അത് വല്ലാത്തൊരു ഡിസോർഡർ ആണ് എന്നാണ് സൈക്കോളജി പറയുന്നത്. പക്ഷെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വസ്വാസിന് പരിഹാരമുണ്ട്. എങ്ങനെ വസ്വാസം ഉണ്ടാവുന്നത്? ഒരു സംശയമാണ്. ഈ സഹോദരി ബാത്റൂമിൽ കയറിയാൽ കുളിക്കാൻ വേണ്ടി കയറുകയാണെങ്കിൽ, ഈയൊരു മൂത്രം അടിക്കാൻ വേണ്ടി കയറുകയാണെങ്കിൽ ബാത്റൂമിൽ കയറിയാൽ ഇതിന് ആദ്യം ചെയ്യണമെന്നറിയോ? ആദ്യം ഓളെ മനസ്സിലേക്ക് വരുന്ന ചിന്ത, നേരത്തെ ആരെങ്കിലും ബാത്റൂം വന്ന് പോയിട്ടുണ്ടാവുമല്ലോ, അപ്പൊ അവര് കാഷ്ടിക്കുമ്പോഴോ മുദ്രിക്കുമ്പോഴോ വല്ല നടിച്ചുകി ചുമരിലെങ്ങാണ്ടായിട്ടുണ്ടാവോ എന്ന് ചിന്തിച്ചിട്ട് ആദ്യം ചുമരന്ന് വീഴും. ചുമരന്റെ കിടയിൽ പകുതിയാകുമ്പോഴാണ് വേറെ ചിന്ത വരുന്നത്, ആ ചുമരുള്ള വസ്തു നെജസെങ്ങാണ്ട് എന്റെ മേലിലേക്ക് തെറിച്ചിട്ടുണ്ടാവോ, അപ്പൊ മേലെന്ന് വീഴും. മേലെന്ന് കഴിയുമ്പോൾ വീണ്ടും ചിന്ത, എന്റെ മേലിന് വീണ്ടും അങ്ങോട്ട് തെറിച്ചിട്ടുണ്ടാവും, വെള്ളം തെറിച്ച് അങ്ങോട്ടായിട്ടുണ്ടാവോ. ഇങ്ങനെ 5-6 മണിക്കൂർ മിനിമം ബാത്റൂമിൽ ഇരിക്കുന്ന ഒരു കേസല്ല. ഒരു വീട്ടിൽ കൂടാൻ വേണ്ടി പോയ സമയത്ത്, വീട്ടിൽ കൂടാൻ ഒരേ കൂടല്ല, വീട്ടിൽ കൂടാനുള്ള ഈ കാര്യങ്ങളുടെ ഭാഗത്തേക്ക് പറഞ്ഞാൽ പിന്നെ അതേ കൊണ്ടിനെ പറയുന്നത്. വീട്ടിൽ ഒരു കുടികൂടലിന് പോയ സമയത്ത് ആ വീട്ടിന്റെ ഉടമസ്ഥയാകുന്ന സഹോദരിയെ കാണുന്നില്ല. ഭർത്താവ് വിളിച്ചു സമയത്ത് മോള് പറഞ്ഞു ഉമ്മ ബാത്റൂമിലാണ്. അപ്പൊ ഉസ്താദ് പറഞ്ഞു, ഭർത്താവാകുന്ന വീട്ടുടമസ്ഥനാകുന്ന നാഥൻ എന്നോട് പറഞ്ഞു, ഉസ്താദെ ഇനി കാക്കണ്ട, ഇനി 7-7 മണിയാണ്, സുബൈക്ക് മുമ്പാ വീട്ടിൽ പോണത്, ഒരു 7-7 മണിയാണ്. അവിടെ ബാത്റൂമിൽ കയറിയാൽ പിന്നെ അങ്ങനെയാണ് എന്ന് ചിന്തിക്കേണ്ട, നേരത്തെ കയറിക്കൂടി എന്ന് പറയുന്ന അവസ്ഥ വസ്വാസ്. ഇതിന് ചില ആളുകളുണ്ടാകും അവിടെ വന്നിട്ടുണ്ട് ഓരോ കളി, വസ്വാസിന്റെ കളി. ബാങ്കൊടുത്ത് 10 മിനിറ്റായ 10 മിനിറ്റാവും, ഇനിയില്ലാവുന്നവർക്ക് 10 മിനിറ്റ് ഉണ്ടാവും. അവിടെ ഒതുക്കിണ്ടാകും, എന്നിട്ട് ആള് വെള്ളം തേക്കും മൊത്തം. എന്റെ പ്രത്യേകം വെള്ളം അറിയുന്ന വരാണ്ടോ സമയമുള്ള പോലെ. അങ്ങനെ എല്ലാവർക്കും കൊടുത്ത് ജമാഅത്ത് കളിച്ചാൽ അവിടെ ഓതുണ്ടാവില്ല അല്ലെ. നിസ്കാരം ടെക്നിക്കൽ കെട്ടാണ്, മികത്തവർക്ക് ഉസല്ലി പറഞ്ഞ നിസ്കാരം ചെയ്യാൻ ജമാഅത്ത് ചെയ്യുന്നത് വസ്വാസാണ്. എന്റെ അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ നിസ്കാരം എന്ന് പറഞ്ഞാൽ, നോമ്പ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വുദു എന്ന് പറഞ്ഞാൽ അത്ര വെറുപ്പായിരിക്കും. ബാങ്ക് കേട്ടാൽ അവർ ചെറിയ പൊത്തും. മറ്റൊരു കൗൺസിലിംഗ് കേസ് അങ്ങനെയായിരുന്നു. ആ സഹോദരൻ ഭയങ്കര വസ്വാസാണ്. അതുകൊണ്ട് ബാങ്ക് കേൾക്കുന്ന ഉടനെ ചെറിയ പൊത്തും. കേൾക്കാൻ മതിയല്ലോ, എന്റെ വാക്ക് നിസ്കരിക്കേണ്ട ആവശ്യമില്ലെന്ന് അദ്ദേഹം ചിന്തിക്കുന്നത്. ഇബ്ലീസ് കൊണ്ടവർ ഏർപ്പാട്, നന്മയിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കാൻ ഇബ്ലീസ് കൊണ്ടവർ ഏർപ്പാടാണ്. സംശയത്തിന് ഒരു പ്രസക്തിയുമില്ല ഇസ്ലാമിൽ. ഞാൻ നിസ്കരിച്ചു, നിസ്കാരം കഴിഞ്ഞ ശേഷം എനിക്ക് സംശയം പഠിച്ചവനെ ആദ്യ ഇറക്കാത്തിൽ വാക്യം ഓടിയിരുന്നു. നിസ്കാരത്തിന്റെ കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. സംശയമാണെങ്കിൽ യാതൊരു ഉറപ്പാണെങ്കിൽ മടക്കി സ്കരിക്കണം. ആദ്യ ഇറക്കാത്തിൽ ഞാൻ വാക്യം ഓടിയിട്ടില്ല എന്ന് ഉറപ്പാണെങ്കിൽ മടക്കി സ്കരിക്കണം. നിസ്കാരം കഴിഞ്ഞ ശേഷം എനിക്ക് സംശയം, രണ്ടിലും 3-4 പോയിട്ടുണ്ട്, ആദ്യത്തെ ഒരു സംശയമാണെങ്കിൽ ആ സംശയം നിറമായി പ്രശ്നമാക്കണ്ട. സംശയത്തിന്റെ പ്രശ്നമേ വിഷയമേ ഇല്ല. പ്രശ്നം സംശയം ഒരു വിഷയമല്ല. ഈ സംശയങ്ങളാണ് അതിങ്ങനെ റൗണ്ടപ്പ് ചെയ്ത് ഇങ്ങനെ കറങ്ങി വന്ന് അതിന് റൊട്ടേറ്റ് ചെയ്ത് വീണ്ടും വിശ്വാസായി നമ്മെ നന്മകളിൽ നിന്ന് ഇബാദത്തുകളിൽ നിന്ന് പലപ്പോഴും വ്യതിരിപ്പിക്കുന്ന അവസ്ഥയുണ്ടാവുന്നത്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഗൗരവതരമാക്കിയ വിഷയമാണ്. നന്മയിൽ നിന്ന്, ഹൈറായ കാര്യങ്ങളിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കാൻ പിശാച് പല വഴികളും മെനയും, പല കാര്യങ്ങളും ചെയ്യിപ്പിക്കും. അതിലെ പ്രധാനപ്പെട്ട ഒന്നാണ് വസ്വാസങ്ങൾ. ബാത്റൂമിൽ വസ്വാസം വേണ്ട. ബാത്റൂമിൽ 3 മിനിറ്റ് ആവശ്യങ്ങളില്ല നിർവഹിച്ച് പുറത്തേക്ക് വരുമ്പോ പറയുന്നു, വലത്തേക്കാലം മുന്നോട്ട് വെച്ചിട്ട് പറയുന്നു, നിന്നോട് പുറകെ ചോദിക്കുന്നു അല്ലാഹ്. എന്താണ് ഇതിന്റെ അർത്ഥം? മാപ്പുതാ റഹ്മാനെ. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ വിശദീകരിക്കുന്നുണ്ട്. എന്താ ഈ മാപ്പ് ചോദിക്കുന്ന അർത്ഥം?
പോയത് മോശമായി എന്നല്ല, ബാത്റൂമിൽ പോയി തെറ്റായി എന്നല്ല, മറിച്ച് അവിടെ ഇരുന്ന 3 മിനിറ്റ് ഉണ്ടല്ലോ, നിനക്ക് ദിക്ർ ചൊല്ലേണ്ട മിനിറ്റുകളായിരുന്നു. ബാത്റൂമിൽ പോയിരുന്നാൽ പിന്നെ ദിക്ർ ചൊല്ലാൻ പാടില്ല. ദിക്ർ ചൊല്ലേണ്ട 3 മിനിറ്റാണ് നിനക്ക് പോയത്. പൊറുക്കനെ ചോദിക്കുന്ന റബ്ബേ, അവിടെ പോകണം, ആവശ്യം നിർവഹിക്കണം. എന്നാലും അങ്ങനെ പോയില്ല എന്നെങ്കിൽ ദിക്ർ ചൊല്ലേണ്ട സമയമായിരുന്നല്ലോ. അവിടെ പോയിരുന്നത് കൊണ്ട്, ബാത്റൂമിൽ പോയത് കൊണ്ട് ദിക്ർ ചൊല്ലാനായിരുന്നല്ലോ. എന്റെ 3 മിനിറ്റ് പോയില്ലേ, പൊറുക്കനെ ചോദിക്കുകയാണ്. എന്റെ 3 മിനിറ്റ് പോയല്ലോ, പൊറുക്കനെത്താ, എനിക്ക് പൊറുത്തതാ അല്ലാഹ്. മനുഷ്യൻ നാളെ കേൾക്കും, സങ്കടം പറയും. ഒരു നിമിഷത്തെ കുറിച്ച് അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാത്ത, ദിക്ർ ചൊല്ലാത്ത ഒരു നിമിഷത്തെ കുറിച്ച് ഒരു മനുഷ്യൻ റബ്ബിന്റെ മുമ്പിൽ വരുമ്പോൾ സങ്കടം പറയുമെന്ന്, വിഷമത്തിലാകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. ഒരു നിമിഷം നഷ്ടപ്പെട്ടു പോയത്, എനിക്ക് ദിക്ർ ചൊല്ലായിരുന്നു, അള്ളാഹുവിനെ ഓർക്കാമായിരുന്നു. എന്ത് കാര്യം, എന്റെ ആയുസ് നഷ്ടപ്പെട്ടല്ലോ, എന്റെ ജീവൻ നഷ്ടപ്പെട്ടല്ലോ എന്ന് ഏതൊരു മനുഷ്യരും നാളെ നഷ്ടപ്പെട്ടു പോയ സമയത്തെ കുറിച്ച് പടച്ചവരുടെ സങ്കടം പറയും. വിശുദ്ധ ഖുർആൻ അതിനുവേണ്ടി ഭൂമിയിൽ വന്നവരാണ്, അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടി ഭൂമിയിൽ വന്നവരാണ്. എന്തിനാണ് അപ്പനെ പടച്ചത്? ഇവിടെ വലിയ ജീവിത സൗകര്യങ്ങൾ ഒരുക്കി, വലിയ ബംഗ്ലാവുണ്ടാക്കി ജീവിതം ഓടിപ്പിടിപ്പിക്കാൻ വേണ്ടിയല്ല ഭൂമിയിലേക്ക് നമ്മൾ വന്നത്. ഈ ജീവിതം അവസാനിച്ച് നമ്മുടെ മറ്റൊരു ലോകം, അതായത് മരണാനന്തര ജീവിതം ആരംഭിക്കുമ്പോൾ അതിലേക്ക് വേണ്ടിയുള്ള പാതയം ഇവിടെ നിൽക്കാനാണ്. അതിലേക്ക് വേണ്ട സമ്പാദ്യം ഇവിടെ നിൽക്കാനാണ്. അതിനെ അത്യാവശ്യമായി ഭൗതിക ലോകത്ത് ജീവിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഭാര്യ പുലർത്തണം, മക്കൾക്ക് തിന്നാൻ കൊടുക്കണം, അതിനുവേണ്ടി ജോലി എടുക്കണം. അതൊക്കെ പുണ്യകരമാണ്. അതിനൊക്കെ കൂലി കിട്ടിയ മുഹമ്മദ് മുസ്തഫ ഒക്കെ ചെയ്യണം. പക്ഷേ ആ പേര് പറഞ്ഞ് ആഹിറം നഷ്ടമാകുന്ന അവസ്ഥയുണ്ടാകുന്നത്. ഭാര്യയ്ക്ക് തിന്നാൻ കൊടുക്കണ്ടേ, കൂലിയുടെ വിഷയല്ലേ? സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു, സഹാബ, 4 ദിർഹങ്ങളെ കുറിച്ച് ഞാൻ പറയാം. അതിലെ ഏറ്റവും മെച്ചപ്പെട്ട ദിർഹം ഏതാണ് എന്ന്, പ്രതിഫലമുള്ള ദിർഹം ഏതാണ് എന്ന് എന്നോട് പറയണം. റസൂൽ പറഞ്ഞു, 1 ദിർഹം അയാൾ ചെലവഴിച്ചത് അടിമയെ മോചിപ്പിക്കാനാണ്. അടിമയെ മോചിപ്പിക്കാൻ 1 ദിർഹം കൊടുത്തു. അടിമയെ മോചിപ്പിക്കാൻ വേണ്ടി ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ 1 ദിർഹം അതിലേക്ക് സംഭാവനയായിട്ട് കൊടുത്തു. മറ്റൊരു ദിർഹം അള്ളാഹുവിന്റെ വഴിയിൽ ജിഹാദ് ചെയ്യുന്ന, പടച്ചവന് വേണ്ടി യുദ്ധം ചെയ്യുന്നവരെ വേണ്ടി 1 ദിർഹം കൊടുത്തു. അള്ളാഹുവിന് വേണ്ടി ജിഹാദ് ചെയ്യുന്ന, ധർമ്മസേവ ചെയ്യുന്ന ഒരാൾക്ക് വേണ്ടി 1 ദിർഹം കൊടുത്തു. വേറൊരു ദിർഹമോ അള്ളാഹുവിന്റെ വഴിയിലായി സദഖ ചെയ്തു. പാവപ്പെട്ട ഒരാൾക്ക് 1 ദിർഹം കൊടുത്തു. മറ്റൊരു ദിർഹം തന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് വേണ്ടി ചെലവഴിച്ചു. 4 ദിർഹം. 1 ദിർഹം പാവപ്പെട്ടവരുടെ സ്വതക്കയായിട്ട്, വേറൊരു ദിർഹം അള്ളാഹുവിന്റെ വഴിയിൽ യുദ്ധം ചെയ്യുന്നവർ, ജിഹാദ് ചെയ്യുന്നവർ സംഭാവനയായിട്ട്, 3-ാമത്തെ ഒരു അടിമയെ മോചിപ്പിക്കാൻ വേണ്ടി, 4-ാമത്തെ ദിർഹം തന്റെ ഭാര്യയ്ക്ക് ചെലവഴി കൊടുക്കുന്ന നിർബന്ധമാണല്ലോ, അതിനുവേണ്ടി 1 ദിർഹം ചെലവഴിച്ചു കൊടുത്തു അവർക്ക്. ഇതിൽ നിന്ന് ഏറ്റവും പ്രതിഫലമുള്ള ദിർഹം ഏതാണ് സ്വഹാബ? സ്വഹാബത്ത് മറുപടി പറഞ്ഞു, അല്ലാഹു റസൂലുഹു അലം. ഞങ്ങൾക്കറിയില്ല റസൂലേ, അല്ലാഹു റസൂലുമാണ് അറിയുന്നവർ, ഞങ്ങൾക്കറിയില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ മറുപടി പറഞ്ഞു, അല്ലദീ അഅ്ളമുഹാ അജ്റാ. അതിൽ നിന്ന് ഏറ്റവും പ്രതിഫലമുള്ള ദിർഹം തന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി ചെലവഴിച്ച ദിർഹമാണ് മുഹമ്മദ് മുസ്തഫ. ഭാര്യയെ പുലർത്താൻ, മക്കളെ പുലർത്താൻ വേണ്ടി അധ്വാനിച്ചുണ്ടാക്കുന്ന, അതിനുവേണ്ടി ചെലവഴിക്കുന്ന നാണയത്തുട്ടിന് പോലും പ്രതിഫലമുണ്ട് എന്ന് പറയുന്ന ഒരു മതം പഠിപ്പിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നും നഷ്ടമല്ല നമ്മൾ മനസ്സിലാക്കി. അങ്ങനെ ജീവിതം മുഴുക്കെ പ്രതിഫലപൂർണ്ണമാക്കാൻ ജിന്ന് പറയട്ടെ, മനുഷ്യ പറയട്ടെ, എന്നെ ആരാധിക്കാൻ വേണ്ടി എല്ലാത്തിനും പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ, മനുഷ്യൻ അല്ലാഹ് ഇബാദത്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ മുസ്ലിമായി വിളിച്ച് പള്ളിക്കൊണ്ടാണോ? അല്ല. ജീവിതം മുഴുവൻ ഇബാദത്താക്കി മാറ്റാൻ ഒരു മുസ്ലിമിനെ കൊണ്ട് സാധ്യമാണ്. എങ്ങനെ? ഒരു മുസ്ലിം ഇമാം രാവിലെ സമയത്ത് ജോലിക്ക് വേണ്ടി പോകുന്നു. താൻ അധ്വാനിച്ചിട്ട് വേണം മാതാപിതാക്കൾ ഭക്ഷണം കൊടുക്കാൻ, തന്റെ ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാൻ. കാസർഗോഡ് ഒരു കടയിലെ, ഒരു ഷോപ്പിലെ സെയിൽസ്മാനാണ്.
രാവിലെ 8 മണിക്ക് ബസ് കയറി പോവാണ്. രാവിലെ വീട്ടിൽ നിന്നിറങ്ങുമ്പോ പഠിച്ചോനെ ഞാൻ ഒരു ഉപജീവന വഴിക്ക് വേണ്ടി പോവാണ്, ജോലിക്ക് വേണ്ടി പോവാണ്. എന്റെ ഭാര്യ മക്കൾക്ക്, എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് അന്നം കൊടുക്കാൻ ഞാൻ അധ്വാനിച്ചാലേ കഴിയുള്ളൂ. അതുകൊണ്ട് ജീവിത വഴി വേണ്ടി ഞാൻ സെയിൽസ്മാനായി ജോലി ചെയ്യുന്നു. ആ ജോലിക്ക് ഞാൻ പോവുകയാണ് എന്ന് കരുതിയിട്ട് ഒരു മുസ്ലിം യുവാവ് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ബസ് കയറി കാസർഗോഡ് പോയാൽ ആ കടയിൽ ജോലിയെടുത്ത് വൈകുന്നേരം വരെ 6 മണി വരെ ജോലിയെടുത്ത് വീട്ടിലേക്ക് 6:30 മണിയാകുമ്പോഴേക്ക് തിരിച്ചു വരികയാണ്. 6:30 മണി വരെ അവൻ ചെയ്യുന്ന ആ തൊഴിലിന് കൂലിയുണ്ട്, പ്രതിഫലമുണ്ട്. അത് ഇബാദത്താണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നഷ്ടമല്ല, മുസ്ലിമിന് ഒന്നും നഷ്ടമല്ല. ഒന്ന് മനസ്സ് വെക്കണം, ഒന്ന് കരുത്തുണ്ടാവണം. രാവിലെ ഇറങ്ങുമ്പോഴേ നല്ല നീയത്തോടുകൂടെ ഇറങ്ങണം. അല്ലെ, എന്റെ ഭാര്യ മക്കളെ പുലർത്താൻ, എന്റെ മാതാപിതാക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഞാനെന്റെ ജോലിക്ക് പോവാണ് എന്ന നല്ല കരുത്തോടുകൂടെ ഇറങ്ങിയാൽ എത്ര മണിക്കൂർ ജോലി എടുത്താലും അല്ലാഹു അനുവദിച്ച ജോലികൾ ചെയ്താൽ എത്ര മണിക്കൂർ ചെയ്താലും അതൊക്കെ പ്രതിഫലമുള്ള നിമിഷങ്ങളാ, മണിക്കൂറുകളാണ്. നഷ്ടമല്ല. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ് ഇല്ലാ ലിയഅ്ബുദൂൻ. ഇബാദത്തിന്റെ ഭാഗമാണ്. അടുക്കളയിൽ ജോലി എടുക്കുന്ന സഹോദരി ഭർത്താവിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കേണ്ടത് അവർ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട സേവനമാണ്. തന്റെ ഭാര്യ, തന്റെ ഭർത്താവിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി താൻ ഭക്ഷണം ഉണ്ടാക്കുന്നു എന്ന് കരുതി അടുക്കളയിൽ ഒരു സഹോദരി ജോലി എടുത്താൽ ആ ജോലി എടുക്കുന്ന ഓരോ സെക്കൻഡും പ്രതിഫലമുള്ള സമയമാണ്. നഷ്ടമല്ല. മുസ്ലിം ഒന്ന് മനസ്സ് വെച്ചാൽ അവന്റെ ഒരു നിമിഷവും നഷ്ടമാവുകയില്ല. അങ്ങനെ അല്ലാഹു ചിന്തിച്ച് അവന്റെ മക്കൾ പ്രതിഫലമുള്ള നിമിഷങ്ങളാക്കി മാറ്റാൻ ബാധ്യസ്ഥരാണ് നമ്മൾ. എന്നാൽ വെറുതെ പാഴാക്കി കളയുന്ന നിമിഷമില്ലേ, സെക്കൻഡില്ലേ, ആ നിമിഷത്തെ കുറിച്ച് റബ്ബിന്റെ മുമ്പിൽ നാം ഖേദം പറയേണ്ടി വരും. നിന്നോട് പുറകിലെ ചോദിക്കുന്നു അല്ലാഹ്. അതല്ലെങ്കിൽ മറ്റൊരർത്ഥം മഹാന്മാർ പറയുന്നത് ഈ മാപ്പുകൾ എന്തിനു വേണ്ടിയാണ്? എന്തൊരു ഏർപ്പാടാണ് ഇപ്പൊ നടന്നത്, അല്ലെ? നമ്മൾ ചിന്തിച്ചു നോക്കി. നമ്മുടെ ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണം അന്നനാളം വഴി താഴോട്ട് പോകുന്നു. മനുഷ്യന്റെ അകത്ത്, നമ്മുടെ അകത്ത് ആമാശയം, ചെറുകുടൽ, വൻകുടൽ എന്ന് പറഞ്ഞ കുറെ കുടലുകൾ ഒരുക്കി നിൽക്കുകയാണ്. നാം കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പ്രോട്ടീനുകളൊക്കെ ഓരോ അവയവങ്ങളും വലിച്ചെടുക്കുന്നു. ഓരോ ആമാശയങ്ങളെ, ഓരോ നമ്മുടെ കുടലുകൾ വലിച്ചെടുക്കുന്നു. വേസ്റ്റുകളെ വേസ്റ്റ് ബോക്സിലേക്ക് തള്ളുന്നു. വേസ്റ്റ് ബോക്സ് വെള്ളത്തിന് വേണ്ടി പ്രത്യേകം, മലത്തിന് വേണ്ടി പ്രത്യേകം. രണ്ടും നടന്നു കഴിഞ്ഞാൽ തലയിലേക്ക് സിഗ്നൽ പോകണം, പോയി ഒഴിവാക്കണം. നമ്മളെ വീട്ടിലെ വാട്ടർ ടാങ്കിൽ നമ്മൾ മോട്ടോർ ഓണാക്കി വെള്ളം നിറഞ്ഞാൽ എന്താ? നിറഞ്ഞാൽ ഒഴുകുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വെള്ളം നിറഞ്ഞിട്ടുണ്ട്, നമ്മളത് ഓഫാക്കാം. അതേപോലെ ആയിരുന്നെങ്കിലും നമ്മുടെ ഈ സിസ്റ്റം, നമ്മുടെ വേസ്റ്റ് ബോക്സിൽ നിറഞ്ഞാൽ സ്വതവേ ഒഴുകി പോകും. എങ്ങനെ എണീറ്റ് അടക്കാൻ പറ്റും നമുക്ക്? നമ്മുടെ ഉദ്ദേശത്തോടു കൂടെ അതിന് നിശ്ചയിക്കപ്പെട്ട സ്ഥാനത്ത് പോയി ഇരുന്നാലേ പോകുന്നുള്ളൂ. എന്തൊരു സംവിധാനമാണിത്! അല്ലാഹു ഏർപ്പെടുത്തിയ ഏർപ്പാടാണ്. വീട്ടിലെ വാട്ടർ ടാങ്കിലെ വെള്ളം നിറഞ്ഞാൽ ഒഴുകി പോകുന്ന പോലെ നമ്മുടെ മലാശയവും മൂത്രാശയവും നിറഞ്ഞാൽ സ്വതവേ ഒഴുകി പോകേണ്ട അവസ്ഥ വന്നാൽ അങ്ങനെ അസുഖം മൂത്രശേഖരമുള്ള ആളുകളുണ്ടാകും. വെറുതെ മൂത്രം ഒട്ടുന്ന സംശയം ആളുകൾ എന്തൊരു ബുദ്ധിമുട്ടായിട്ട്, എന്തൊരു പ്രയാസം. അല്ലാഹുവിനാണ് സർവസ്തുതിയും. അല്ലദീ അദ്ഹബ അന്നിൽ അദാ വഅഫാനി. എനിക്ക് ബുദ്ധിമുട്ടാകുന്ന ഒന്നിനെ എന്റെ വയറ്റിൽ നിന്ന് പോക്കിയ റബ്ബിനാണ് സർവസ്തുതിയും. ഇതൊരു അർത്ഥമുള്ള ദിക്റാ. അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിൽ അദാ. ബുദ്ധിമുട്ടാകുന്ന ഒന്ന് ഇതെങ്ങാണ്ട് വയറ്റിൽ തങ്ങി നിന്നിരുന്നെങ്കിൽ ബുദ്ധിമുട്ടാകുമായിരുന്നു. 2 ദിവസം ഒരാൾ ബാത്റൂമിൽ പോയതേയില്ല. വയറിങ്ങനെ കൂടി വന്നിരിക്കുകയാണ്. മുട്ടി നോക്കിയാൽ ഒരു അപ്പർ പത്ത് മുട്ടിയ പോലെയുണ്ട്. ഡോക്ടറെ കാണിച്ചു. ഡോക്ടറോട് പറഞ്ഞു 2 ദിവസമായി ശോധനയില്ല, വയറ്റിൽ പോയിട്ടില്ല. ഡോക്ടർ പറഞ്ഞു ഒന്ന് സ്കാനിങ് ചെയ്യണം, ഒന്ന് പരിശോധിക്കണം. സ്കാനിങ്ങിന്റെ റിസൾട്ട് പറയുന്നു കാര്യമായിട്ടൊരു ഡോക്ടർ ഒന്ന് കയറണം. 25,000 ചെലവാണ്. ഇന്നലെ വരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ഒരു കുഴപ്പമില്ല, സുഖമായിട്ട് പോയിരുന്നു. ഇപ്പൊ 2 ദിവസം ബന്ധായപ്പോഴാ 25,000 ചെലവ്. ഇനി ചെലവാക്കുന്നതിന് മര്യാദക്കാവുന്ന ഉറപ്പൊന്നുമില്ല. അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിൽ അദാ. ബുദ്ധിമുട്ടാകുന്ന ഒന്നിനെ എന്നിൽ നിന്ന് പോക്കിയ റബ്ബിനാണ് സ്തുതി. വഅഫാനി. അവർക്ക് ആരോഗ്യം നിർവഹിച്ച്
പാസ്പോർട്ട് ഓഫീസർ അപ്പോയിന്റ്മെന്റ് എടുത്തതാണ്. 10 മണിക്ക് അവിടെ എത്തണം. അപ്പോയിന്റ്മെന്റ് അങ്ങനെയാണ്. അങ്ങനെ 10 മണിക്ക് പോകാൻ വേണ്ടി രാവിലെ തന്നെ എഴുന്നേറ്റ് 8 മണിയാകുമ്പോൾ റെഡിയായി വണ്ടി കൊണ്ട് പോകാൻ തീരുമാനിച്ചു. പക്ഷെ രാവിലെ എഴുന്നേറ്റ് തന്നെയുണ്ട് വയറ്റിന് വല്ലാത്തൊരു കരശലായ വേദന. ഒന്ന് ബാത്റൂമിൽ പോയി നോക്കി നല്ല പോലെ ദ്രാവകമായിട്ടൊന്ന് പോയി. അങ്ങനെ ഉള്ളൊക്കെ ചെയ്ത് നിസ്കരിച്ച് നിസ്കാരം കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ഒന്നുകൂടി പോകണം എന്നൊരാഗ്രഹം. 8 മണിയാകുമ്പോഴേക്ക് ഒരു 5 തവണ പോയി. അന്ന് പാസ്പോർട്ട് ഓഫീസിൽ പോക്കുണ്ടാവില്ല. ഊരൊക്കെ കൈ കൊടുത്തിട്ട് പറയും അല്ലോ വയ്യ, ഇല്ലാതെ ക്ഷീണം. ഓവറായി പോയാൽ ബുദ്ധിമുട്ട്, തീരെ പോയില്ലെങ്കിൽ ബുദ്ധിമുട്ട്. അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിൽ അദാ വഅഫാനി. ഈ ദിക്റിന്റെ മഹാത്മ്യം പറയാനാണ് ഞാൻ ഇങ്ങനെ വിശദമായി സംസാരിക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്നില്ല, ഈ ദിക്റിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നില്ല. ഈ സംവിധാനം നമ്മൾ ഏർപ്പെടുത്തിയ രാജാതിരാജനായ അല്ലാഹു കൊടുക്കാൻ നാം തയ്യാറാകുന്നില്ല. അതുകൊണ്ടാണ് അസുഖം കൂടിയത്, അതുകൊണ്ടാണ് ഉദരസംബന്ധമായ അസുഖം കൂടിയത്. ദിക്റുകൾ കുറഞ്ഞു പോയി. غفرانك الحمد لله الذي أذهب عني الأذى وعافاني. ദിക്റുകൾ ചൊല്ലണം, പടച്ചോട് നന്ദി പറയണം. വല്ലാത്ത സംവിധാനമാണ്. മാത്രമല്ല, എന്തിനാ പടച്ചത് ഇങ്ങനൊരു സംവിധാനം ആക്കിയത്? മനുഷ്യ, നീ വലിയേട്ട ഭാവം നടിക്കണ്ട, നീ വലിയവനാണ് എന്ന് ഭാവിക്കണ്ട. വലിയ സൂട്ടും കോട്ടുമൊക്കെ ഇട്ട് വലിയ ആളായിട്ട് അഹങ്കാരിയായി നടക്കുമ്പോ ചിന്തിച്ചോ, നിന്റെ അകത്തെന്താ? നീ ആരാ? നീ ഒരു പക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കാം, അല്ലെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കാം. വലിയ സൂട്ടും കോട്ടും കാണുമ്പോ നീ വലിയ ഉഷാർത്തിയെന്ന് തോന്നുന്നുണ്ടാവാം. പക്ഷെ നിന്റെ അകത്തെന്താ? പൊട്ട, നീ മുൻകൊള്ളിപ്പിച്ചോരക്കട്ട, പിന്നിന്ന് കാഷ്ടം ചുമന്നോരു കൊട്ട. ഇത് വലിയ ആളായിട്ട് നടക്ക. എന്താണ് ചിന്തിച്ചിട്ടുണ്ടോ അതിന്റെ അവസ്ഥ? മുന്നണി ഒരു തുള്ളി ചോരക്കട്ടയായിരുന്നു, അതിൽ നിന്ന് മാംസം പിണ്ടമായി, എല്ലകൾ വന്ന് എല്ലകളെ മാംസം പൊതിഞ്ഞ് അങ്ങനെ ഒരു മനുഷ്യനായി നീ ഭൂമിയിൽ പറവേണ്ടത്. പിന്നെ നീ ഭൂമിയിൽ വന്നു, പിന്നിന്ന് കാഷ്ടം ചുമക്കുന്ന കൊട്ട. നീ വലിയ ആളൊന്നല്ല. നിന്നെന്താ, നീ ഇങ്ങനെ വലിയ നടക്കുമ്പോ വലിയ വട്ടിയും നേരം കാണുന്നുണ്ടാവും. എന്താണ് അകത്ത്? കാഷ്ടമാണ്, മരമാണ്. ഇതും പേര് കിടക്കുന്ന കൊട്ടയാണ്. നിനക്ക് അഹങ്കരിക്കാൻ ഒരു യോഗ്യതയില്ല. ആ അവയെ നിനക്ക് ഒഴിവാക്കാൻ പറ്റുന്നില്ല. നീ വലിയ ആളാകുമ്പോൾ അവയെ ഒഴിവാക്കുകയില്ല. ചിന്തിക്കണം, അഹങ്കരിക്കണ്ട. ഇത്രയേ ഉള്ളൂ. മനുഷ്യന്റെ അഹങ്കാരത്തിന്റെ ഗ്രാഫ് താഴോട്ട് വലിക്കാൻ റബ്ബനാണ് സംവിധാനിച്ച ഏർപ്പാട്. നമ്മൾ ആലോചിക്കും സഹോദരങ്ങളെ, അല്ലാഹു നമുക്ക് ബോധം നൽകുമാറാവട്ടെ. അതുകൊണ്ട് ഈ ചിന്ത അങ്ങനെ വരുമ്പോൾ, ഇതൊക്കെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മ തനിയേ വരും. അങ്ങനെ റബ്ബിനെ ഓർക്കാത്ത നിമിഷങ്ങളെ കുറിച്ച് നാളെ റബ്ബിന്റെ മുമ്പിൽ നാം കേൾക്കേണ്ടി വരും. അല്ലാഹു നമുക്ക് ബോധം നൽകുമാറാവട്ടെ. റബ്ബ് തആല ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങൾ ഞാൻ തന്നു? അലം നജഅൽ ലഹു ഐനൈനി വലിസാനഹു വശഫതൈൻ വഹദൈനാഹു النجدين فلقتحم العقبة وما أدراك ما العقبة فك رقبة أو إطعام في يوم ذي مسغبة يتيما ذا مقربة أو مسكينا ذا متربة ألم نجعل له നിങ്ങൾക്ക് നാം നൽകിയില്ലയോ? ഐനൈൻ, രണ്ട് കണ്ണുകളെ നൽകിയില്ലയോ? എന്തും കാണാൻ, ആസ്വദിക്കാൻ, പച്ചപ്പ് കാണുമ്പോൾ, കണ്ണുകൊണ്ട് നോക്കുമ്പോൾ മനസ്സിന് വല്ലാത്ത ആനന്ദം. കണ്ണുകളെ നൽകിയില്ലയോ? വലിസാനൻ, ഒരു നാക്കിനെയും, വശഫതൈൻ, രണ്ട് ചുണ്ടുകളെയും നൽകിയില്ലയോ? സംസാരിക്കാൻ ഉപയോഗിക്കുന്ന നാക്ക്, മനുഷ്യന്റെ ചുണ്ടുകൾ ആ സംസാരത്തിന് സഹായകരമാകുന്ന രണ്ട് ചുണ്ടുകൾ. മനുഷ്യന്റെ ചുണ്ടിനെയും പടച്ചവൻ എടുത്തു പറയുകയാണ്. ആ ചുണ്ടിന് പ്രത്യേകതയുണ്ട്. മറ്റ് ജീവികൾക്കുള്ള ചുണ്ടുകളെ പോലെയല്ല മനുഷ്യന്റെ ചുണ്ട്. ഒരുപാട് ഉപകാരപ്രദമാണ്. ഒരുപാട് സൗന്ദര്യത്തിന് പോലും നാം ഉദാഹരണമായി പറയാനുള്ളതാണ്. ഈ ചുണ്ടുകളെ, നാക്കിനെ, കണ്ണുകളെ നാം നൽകിയില്ലയോ? അല്ലാഹു ചോദിക്കുകയാണ്. എന്നിട്ട് രണ്ട് വഴിയും നിങ്ങളെ ഞാൻ കാണിച്ചു തന്നു. കണ്ണുകൊണ്ട് കാണാൻ പാടില്ലാത്ത കാര്യങ്ങൾ, നോക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ, അതിലേക്ക് നോക്കിയാൽ നിന്റെ സ്ഥാനം നരകത്തിലേക്ക് പോകും. എന്നാൽ കാണേണ്ട കാര്യങ്ങൾ, നീ കണ്ട് മനസ്സിലാക്കേണ്ട വിഷയങ്ങൾ അതും റബ്ബ് തആല നിശ്ചയിച്ചു. അതിലേക്ക് നോക്കി മനസ്സിലാക്കിയാൽ, അല്ലാഹുവിനെ കുറിച്ച് മനസ്സിലാക്കിയാൽ നീ സ്വർഗ്ഗത്തിലേക്ക് പോകും. രണ്ട് വഴിയും അല്ലാഹു ഒരുക്കി. വലിസാനൻ, ഒരു നാക്കിനെത്തുന്നു. ആ നാക്കിലേക്ക് പറഞ്ഞു, നീ സംസാരിക്കേണ്ട കാര്യങ്ങളുണ്ട്. നീ സത്യമേ പറയാൻ പാടുള്ളൂ, ഹത്തേ പറയാൻ പാടുള്ളൂ. ജനങ്ങളെ പരസ്പരം ക്ഷമയ്ക്ക് വേണ്ടിയും ഹത്തിന്
വേണ്ടി ഉപദേശിച്ചുകൊണ്ടിരിക്കണം. നാം കൊണ്ട് ദൈവത്ത് പറയരുത്, നമീമത്ത് പറയരുത്. മാത്രമല്ല വേണ്ടാത്ത കാര്യങ്ങളും നാം കൊണ്ട് സംസാരിക്കരുത്. അനാവശ്യ സംസാരങ്ങൾ നാം കൊണ്ട് ഇടപെടരുത്. അന്ന് രണ്ട് വഴി കാണിച്ചു തന്നു. രണ്ട് ചുണ്ടുകൾ നൽകിയിട്ട് അപ്പൊ പറഞ്ഞു, ചുണ്ട് ഉപയോഗിക്കാവുന്ന വഴിയുണ്ട്, ഉപയോഗിക്കാൻ പാടില്ലാത്ത വഴിയുണ്ട്. രണ്ടും നിനക്ക് ഞാൻ കാണിച്ചു തന്നു. എന്നിട്ട് മനുഷ്യ എന്തുകൊണ്ട് സ്വർഗത്തിലേക്കുള്ള വഴി നീ താണ്ടിക്കടന്നില്ല? അവിടെ ചോദിക്കും, ഇതൊക്കെ ഞാൻ തന്നു നിനക്ക്. രണ്ട് കണ്ണും നാക്കും അതുപോലെ ചുണ്ടുകൾ നൽകി. എന്നിട്ട് സ്വർഗത്തിലേക്കുള്ള മലമ്പാത ചവിട്ടിക്കടന്നില്ല. എന്തുകൊണ്ട് കടന്നില്ല? സ്വർഗത്തിലേക്കുള്ള മലമ്പാത ഏതാണെന്നറിയാമോ? അത് പിരടികളെ കെട്ടടിച്ചു കൊടുക്കലാണ്. അതിന്റെ പ്രയോഗമാണ്. അടിമത്ത മോചനം എന്നാണ് പറയാനുള്ളത്. എന്നാൽ ആ വാക്കുകൾ ഒന്നുകൂടി നമ്മൾ അടിച്ചാൽ ഫക്ക് എന്ന് പറഞ്ഞാൽ അടിക്കുക, പിരടിയെ അടിക്കുക. പല കാരണങ്ങളെ കൊണ്ട് തലപൊക്കി നടക്കാൻ കഴിയാതെ കടമാണ്, കടക്കാൻ ബുദ്ധിമുട്ടിക്കുകയാണ്. കടക്കാരനെ മുഖം നോക്കിയിട്ട് സംസാരിക്കാൻ കഴിയുന്നില്ല. കടമെന്ന ഭാരമില്ലേ? ആ കടത്തിൽ പിരടികൾ കെട്ടുവന്നവന്റെ പിരടികളെ കടം എന്ന് കെട്ടടിച്ചു കൊടുത്ത് ഒരാൾക്ക് തലപൊക്കി നടക്കാൻ, സ്റ്റാറ്റസോട് നടക്കാൻ എന്താണോ തടസ്സമെങ്കിൽ ആ തടസ്സം ആ കെട്ടഴിച്ചു കൊടുക്കുക. അതിനാണ് കണ്ണുകളെ നൽകിയത്, അതിനാണ് നാക്കിനെ നൽകിയത്, അതിനാണ് ചുണ്ടുകളെ നൽകിയത്. അതാണ് സ്വർഗത്തിലേക്കുള്ള വഴി. എന്തൊരു ഖുർആനാണ്! മുമ്പ് സൂചിപ്പിച്ചല്ലോ, കാരുണ്യം. കാരുണ്യമാണ് പ്രധാനമെന്ന് പറയുന്ന ഒരു മതം. അല്ലാഹു കണ്ണും കാറും നൽകിയത് മറ്റുള്ളവന്റെ പിരടിയെ കെട്ടഴിച്ചു കൊടുക്കാനാണ്. വിഷമിക്കുന്നവന്റെ വിഷമം തീർത്തു കൊടുക്കാനാണ്. കടക്കാരന്റെ കടം തീർത്തു കൊടുക്കാനാണ്. പട്ടിണിയുള്ള നാളിൽ വിഷമിക്കുന്നവന് മിസ്കീനിന് ഭക്ഷണം കൊടുക്കാനാണ്. നിന്റെ ബന്ധുവാകുന്ന യതീമിനോ അല്ലെങ്കിൽ വളരെ കഷ്ടപ്പെടുന്ന ദാരിദ്ര്യം കൊണ്ട് വിഷമിക്കുന്ന മിസ്കീനോ ഭക്ഷണം കൊടുക്ക്. അതിനാണ് കണ്ണുകളെ, നാക്കിനെ, ചുണ്ടുകളെ നൽകിയത്. വിശുദ്ധ ഖുർആൻ ഇതൊക്കെ തന്നിട്ട് നിങ്ങൾ അതിലെ സ്വർഗത്തിലേക്കുള്ള ഈ വഴി കാട്ടി കടന്നില്ല. ബാബു ചോദിക്കുകയാണ്, റബ്ബിലേക്ക് നൽകിയത് ഇവിടെ നമ്മൾ ഈ അവയവങ്ങളൊക്കെ, ഈ സൗകര്യങ്ങളൊക്കെ, നിയമങ്ങളൊക്കെ അല്ലാഹുവിന് വേണ്ടി പ്രയോജനപ്പെടുത്തിയിട്ട് അവന്റെ പക്കൽ വിജയിക്കാനാണ്. എങ്കിൽ മുഅ്മിനീങ്ങളെ, ഈ ഇരുട്ടാണ് ജീവിക്കുന്ന നാം. പ്രത്യേകിച്ചും എന്റെ യുവാക്കളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, നാം ജീവിക്കുന്ന ലോകം സൈബർ ലോകമാണ്, ഇന്റർനെറ്റിന്റെ ലോകമാണ്, ടെക്നോളജിയുടെ കാലമാണ്, IT വികസിച്ചിരിക്കുന്ന കാലമാണ്. ഒരു പക്ഷേ ഇന്ന് ജീവിച്ചിരിപ്പുള്ള എന്റെ ഇതേ സ്വഭാവമുള്ള, ഇതേ ഗുണങ്ങളുള്ള മറ്റൊരു മനുഷ്യനെ ക്ലോണിങ്ങിലൂടെ പടക്കാൻ പറ്റുമെന്ന് അവകാശപ്പെടുന്ന ക്ലോണിംഗ് നൂറ്റാണ്ടിലാണ് മനുഷ്യന്റെ പകർപ്പെടുക്കാൻ കഴിയുമെന്ന്, ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ കഴിയുമെന്ന് പറയുന്ന കാലത്താണ് ജീവിക്കുന്നത്. ഭൂമിയിലെ ജീവിതം അസൗകര്യമായപ്പോൾ ചൊവ്വയിലോ സൂര്യനോ പോയി ജീവിക്കാൻ പറ്റുമോ എന്നന്വേഷിച്ചുകൊണ്ട് അടുത്ത ഗ്രഹങ്ങളിലേക്ക്, അടുത്ത ഗോളങ്ങളിലേക്ക് അന്വേഷിച്ചുകൊണ്ട് യാത്ര പുറപ്പെട്ട കാലത്താണ് ജീവിക്കുന്നത്. ശാസ്ത്രീയമായിട്ട് വലിയ പുരോഗതിയാണ്, വലിയ നേട്ടങ്ങളാണ്. ടെക്നോളജി വളർന്നു, കമ്മ്യൂണിക്കേഷൻ മേഖല വളർന്നു, അല്ലെ? മുമ്പൊക്കെ ഒരു ബാഗ ഏൽപ്പിക്കണമെങ്കിൽ ഏത് ഉസ്താദിനെ കാണണോ, അദ്ദേഹത്തിന്റെ നാടുകളെയോ അവിടെ പോയിട്ട് അദ്ദേഹത്തെ കിട്ടാവുന്ന സമയം തേടിപ്പിടിച്ച് അവിടെ പോയി നേരിട്ട് സംസാരിച്ചിട്ട് വേണം കേൾപ്പിക്കാൻ. ഇപ്പോഴോ മൊബൈലിൽ വിളിക്കാൻ, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഒരു ചെറിയ ആഡ് കൊടുക്കാണ്, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ കോൺടാക്ട് ചെയ്യും, കാര്യം അന്വേഷിക്കുകയാണ്. നമുക്ക് ചെറിയ ആവശ്യമുണ്ടായിരുന്നു, പറയാണ്, ആളെ ഏൽപ്പിക്കാം, സുഖമാണ് കാര്യങ്ങളൊക്കെ. എത്ര വലിയ സൗകര്യം, എത്ര വലിയ നിയമത്ത്! മുമ്പ് വീട്ടിലൊരു മംഗലമുണ്ടായാൽ ബന്ധുക്കളുടെ ഫോൺ വിളിക്കാൻ സൗകര്യമില്ല. ഓരോരുത്തരെയും നേരത്തെ കണ്ട് വിവരം അറിയിക്കണം. അതുകൊണ്ട് ഓരോ സ്ഥലത്തും പോയി വിവരം പറയാൻ, കല്യാണത്തിന് വേണ്ടി വിളിക്കാം, മംഗലത്തിന് വേണ്ടി വിളിക്കാം. ഇപ്പോഴോ എവിടേക്ക് നേരിട്ട് പോകേണ്ട ആവശ്യമില്ല, എല്ലാവരുടെയും മൊബൈലാണ്. ഞാൻ ചോദിക്കുന്നു, ഈ ബന്ധങ്ങളൊക്കെ രൂഢമൂലമാക്കാൻ സാഹചര്യം ഒരുങ്ങിയിട്ട് നമ്മുടെ ബന്ധങ്ങളിൽ ശക്തമായോ അല്ല ബന്ധങ്ങൾ തകർന്നോ? കുടുംബബന്ധം ശക്തമായോ കുടുംബബന്ധം തകർന്നുവോ? എല്ലാ തരത്തിലുള്ള നിയമങ്ങൾ കൂടി വരുമ്പോഴും അല്ലാഹുവിൽ നിന്ന് അകന്നകന്നു പോകുന്ന, ബഹുദൂരെ പോകുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ ശാസ്ത്രത്തിന്റെ പുരോഗതി, ഭൗതികമായ പുരോഗതി മനുഷ്യന് ഒരു പക്ഷേ
ഒരുപാട് നേട്ടങ്ങൾ നേടിയിട്ടുണ്ടെങ്കിലും അതുകൊണ്ട് ഒരു നിലക്കുള്ള ആന്തരികമായ ആത്മീയമായ ഒരു നേട്ടം നേടിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വേണം പറയാൻ. അല്ലെ, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പത്രമാധ്യമങ്ങളുടെ വാർത്തകൾക്കറിയാം, മൊബൈൽ ഫോണിനെ കുറിച്ചൊക്കെ നാട്ടിൽ നടക്കുന്ന ഓരോ അപകടങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് പത്രങ്ങളിലെ റിപ്പോർട്ടുകൾ 2010 ഇത് 2015 മലയാളത്തിലിറങ്ങിയ ഒരു പ്രധാനപ്പെട്ട പത്രം അതിന്റെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയത് ഒളിച്ചോട്ടം ആത്മഹത്യ വർദ്ധിച്ചു, ചെറിയ ഹെഡി. എന്നിട്ട് വലിയ ഹെഡി കൊടുത്തു, മൊബൈൽ ഫോൺ മരണത്തിന്റെ റിംഗ് ടോണുകളാകുന്നു. മൊബൈൽ ഫോൺ മരണം വിളിച്ചെടുത്തയാണ് മരണത്തിന്റെ റിംഗ് ടോണുകളായി, അതിന്റെ പാട്ടായി, സംഗീതമായിട്ട് മൊബൈൽ ഫോണിൽ മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞ് 2010 ആ പത്രം എഴുതിവിട്ടു. ലോക ശരാശരിയിൽ, ലോകത്തെ മൊത്തം ശരാശരി പരിശോധിച്ചാൽ മൊബൈൽ ഫോൺ ഉപയോഗമല്ല ദുരുപയോഗം ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലാണ്. സാംസ്കാരിക കേരളം പഠിപ്പിക്കുന്ന ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് നാം ഓമന പേര് വിളിക്കുന്ന ദൈവത്തിന്റെ നാട്ടിലാണ് മൊബൈൽ ഫോണിന്റെ ഏറ്റവും കൂടുതൽ ദുരുപയോഗം 2010 തന്നെ നടക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, വീണ്ടും പറയുന്നു, മൊബൈൽ ഉപകരണങ്ങളും സംവിധാനങ്ങളും യഥേഷ്ടം ലഭ്യമായതോടെ കേരളം അലിലായ്മയുടെ തലസ്ഥാനമായി മാറിയിരിക്കുകയാണ്. അലിലായ്മയുടെ തലസ്ഥാനമായിട്ട് ഒരു സംസ്ഥാനം നിശ്ചയിക്കുകയാണെങ്കിൽ ആ സംസ്ഥാനം കേരളമാണ് എന്ന് പറയേണ്ട വിധം വേണ്ടാത്തവകൾ അലിലായ്മകൾ കൂടി വരികയാണ്. എന്നിട്ട് പറയുന്നു, മൊബൈൽ ഫോണിന്റെ വരവോടെ കേരളത്തിലെ കുറ്റകൃത്യങ്ങൾ 200% വർദ്ധിച്ചത്. 200% കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു. എന്നിട്ട് പറയുന്നു, ഈ വർഷം പകുതിയായപ്പോഴേക്കും ചാർജ് ചെയ്ത IT കുറ്റങ്ങളുടെ എണ്ണം 50,000 കഴിഞ്ഞു. 2010 വർഷം പകുതിയാകുമ്പോഴേക്കും തന്നെ 50,000-ലേറെ കേസുകൾ IT-യുടെ പേരിൽ, പല കേസല്ല, IT കുറ്റകൃത്യങ്ങളായിട്ട് 50,000-ലേറെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. വർഷത്തിൽ പൊതുപരീക്ഷകൾ ജയിക്കുന്നുണ്ടെങ്കിലും വിദ്യാർത്ഥികൾ ഹോംവർക്കിലും പഠന തയ്യാറെടുപ്പിലും 10 വർഷം പിന്നോട്ടാണ് പോകുന്നത്. ഹോംവർക്കും പഠനത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പൊക്കെ 10 വർഷം പിന്നോട്ടാണ് സൗകര്യങ്ങൾ കൂടി വന്നപ്പോഴൊക്കെ നമ്മുടെ മക്കൾ പോയത് എന്ന് അന്നെഴുതി. എന്നിട്ട് പറഞ്ഞു, കഴിഞ്ഞ വർഷം കേരളത്തിൽ നടന്ന 5000-ഓളം ആത്മഹത്യകളിൽ പകുതിയും ചതിക്കപ്പെട്ട പെൺകുട്ടികളുടെ ആത്മഹത്യയായിരുന്നു. ചതിക്കപ്പെട്ട വിസ്കോളിൽപ്പെട്ട പെൺകുട്ടികൾ ഒരു വിസ്കോളിനെ പിന്തുടർന്നു. ആ വിസ്കോൾ ചതിക്കപ്പെട്ടുകൊണ്ട് ആത്മഹത്യ ചെയ്തവരാണ് 5000 ആത്മഹത്യ നടന്നപ്പോൾ അത് പകുതിയിലേറെയും ഇങ്ങനെ ചതിക്കപ്പെട്ട പെൺകുട്ടികൾ ആത്മഹത്യയായിരുന്നു. 2010 കഥയാണെങ്കിൽ 15 കഥ പറയാനുണ്ടാവില്ല. നമ്മൾ ആലോചിക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല കമ്മ്യൂണിക്കേഷൻ മേഖലയിൽ, ടെക്നോളജിയിൽ നമുക്ക് വളർച്ച നൽകിയപ്പോൾ ആ വളർച്ചയെ ഉപയോഗപ്പെടുത്തേണ്ടതിന് പകരം ദുരുപയോഗം ചെയ്യുന്നു. ഇന്റർനെറ്റ് വലിയ സൗകര്യമാണ്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഏതെങ്കിലും ഒരു പുസ്തകം വായിക്കാൻ, അവിടെ മാത്രം സൂക്ഷിക്കപ്പെട്ട പുസ്തകം വായിക്കാൻ അങ്ങോട്ട് വിഷയത്തിന്റെ പാസ്പോർട്ട് കൊണ്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. നെറ്റിൽ കയറിയാൽ അതിനുവേണ്ടി പ്രത്യേകമായി പ്രവേശനം കഴിഞ്ഞാൽ ആ പുസ്തകം വായിക്കാൻ ഇവിടെ സൗകര്യമുണ്ട്. പക്ഷേ നെറ്റ് കഫയിൽ ഒരാൾ കേരളത്തിൽ കണ്ടാൽ, ഞാൻ അങ്ങാടികളെ ഏതെങ്കിലും ഇന്റർനെറ്റ് കഫയിൽ കയറുകയാണ്, നിങ്ങൾ എന്താ വിലയിരുത്തുക? തുടങ്ങിയൊക്കെ എന്തോ ഒരു മോശപ്പെട്ട ഏർപ്പാടാണ് കാണട്ടെ. മോശപ്പെട്ട സൈറ്റുകൾ മാത്രം അന്വേഷിക്കുന്ന, അതിന് മാത്രം ഉപയോഗപ്പെടുത്തുന്ന അവസ്ഥ വർദ്ധിച്ചു. വേണ്ടാത്തങ്ങൾക്ക് വേണ്ടി ഈ സകല സംവിധാനം ഉപയോഗിച്ചു. അപ്പൊ നിങ്ങൾ ചിന്തിക്കുകയാണ്, ഇയാൾ തന്നെയാണോ പോകുന്നത്? അല്ലാഹു തന്ന ഇന്ന് നമ്മുടെ കൈപ്പള്ളയിൽ ഗ്ലോബൽ വില്ലേജായി ഒരു ഗ്ലോബിനെ പോലെ കയ്യെത്താൻ ദൂരത്ത് നമ്മുടെ ലോകം ചുരുങ്ങിയപ്പോ, ലോകത്തെ എളുപ്പമാക്കിയപ്പോൾ ആ നിയമത്തിലൊക്കെ അള്ളാഹുവിനെ ചെലവഴിക്കുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ പ്രായം ചെന്നവരെ ചിന്തിക്കുന്നുണ്ടാവും, ഞങ്ങളോട് ചിലതൊക്കെ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊക്കെ പക്ഷേ കുറെ മാറിയിട്ടുണ്ടാവും. പക്ഷെ ഇത് ഉൾക്കൊള്ളേണ്ടത് നമ്മുടെ സമൂഹത്തിലെ യുവ സമൂഹമാണ്. അള്ളാഹു നൽകിയ വരദാനമാണ് യുവത്വം. പ്രത്യേക ചോദ്യമുണ്ടെന്ന് ചോദിക്കപ്പെടുന്ന 4 കാര്യങ്ങൾ. 1, അൻശബാബി, തന്റെ യുവത്വത്തെ കുറിച്ചാണ് മുഹമ്മദ് മുസ്തഫ. അപ്പൊ ചോദിക്കും, എത്ര വയസ്സുവരെ യുവത്വം? ആരെക്കുറിച്ച് യുവാക്കൾ എന്ന് പറയുമ്പോൾ ഒരു പ്രായപൂർത്തി മുതൽ യുവത്വം ആരംഭിക്കുന്നു. എത്ര വയസ്സുവരെ? ഒരു പ്രായത്തിൽ എത്ര വയസ്സുവരെ യുവാവായിട്ടാണ് പറയുന്നത്? എത്ര വയസ്സുവരെ?
40 വയസ്സ് വരെ. കുറെ ഉണ്ടായിരുന്നു. 50 വയസ്സ് വരെ യുവത്വമാണ്. 40 വയസ്സ് വരെ തുടുതുടുത്ത യൗവനമാണ്. നല്ല കരുത്തുറ്റ യുവത്വം. 40 കഴിഞ്ഞ് 50 വയസ്സ് വരെ യുവത്വം തന്നെയാണ്. കുറെ തന്നെ സമാധാനമായി വിവാഹം ഞാൻ നോക്കാം. യൂത്തിൽ എന്നെ എടുക്കാം. നല്ല യുവത്വമാണ്. അല്ലാഹുല്ലദീ ഖലഖകും മിൻ ദഅഫിൻ തുമ്മ ജഅല മിൻ ബഅദി ദഅഫിൻ ഖുവ്വ തുമ്മ ജഅല മിൻ ബഅദി ഖുവ്വത്തിൻ ദഅഫൻ വശൈബ യഖ്ലുഖു മാ യശാ വഹുവൽ അലീമുൽ ഖദീർ. മനുഷ്യ ജീവിതത്തെ പടച്ചവൻ 3ആയി തന്നിരിക്കുകയാണ്. ഒന്ന് മനുഷ്യന്റെ ചെറിയ കാലം, ശൈശവകാലം, ബാല്യകാലം, ആരോഗ്യമില്ലാത്ത കാലമാണ്. വളരെ ദുർബലമായ കാലമാണ്. ആരോഗ്യം ക്ഷയിച്ച കാലമാണ്. ബലഹീനമായ ആരോഗ്യം ക്ഷയിച്ച, ഒരുപക്ഷെ പ്രസവത്തിന്റെ മുമ്പുള്ള സമയമാണെങ്കിലും പ്രസവിച്ച ഉടനെയുള്ള സമയമാണെങ്കിലും നമ്മുടെ മനുഷ്യ കുഞ്ഞുങ്ങൾ ദുർബലരായിരിക്കും. അല്ലെ? ചെറിയ മക്കളൊക്കെ ഒരുപക്ഷെ കാട്ടിയുടെ കുഞ്ഞ് പ്രസവിച്ച പാടെ എഴുന്നേറ്റ് ഓടുന്ന നമ്മുടെ മക്കൾ എഴുന്നേറ്റ് ഓടുക. കാട്ട് പോകുന്ന കുഞ്ഞ് പ്രസവിക്കപ്പെട്ട പാടെ എഴുന്നേറ്റ് ഓടും. എന്റെ അമ്മയെ പേടിച്ച് കാട്ട് പ്രസവിച്ച പാടെ അമ്മ സ്നേഹത്തിന്റെ ഒരു നക്കൽ നാവുകൊണ്ട് നക്കിയാൽ അതിന്റെ നാവിന് ഭയങ്കര മൂർച്ചയാണ്, ശരീരം മുറിവായി പോകുന്നത്. ഇത് പ്രസവിച്ച പാടെ അറിയുന്നതുകൊണ്ട് ഈ കാട്ടിയുടെ കുഞ്ഞ് ഒറ്റ ഓട്ട. നമ്മുടെ മക്കളോ വീണേടത്തുണ്ടാവും. ഒന്ന് ചെരിഞ്ഞാൽ മറന്നു കിടക്കാൻ പറ്റില്ല, മറന്നു കടന്നാൽ കമിഴാൻ പറ്റില്ല, കമിഴ്ന്ന് കിടന്നാൽ തിരിഞ്ഞു കിടക്കാൻ പറ്റില്ല. ഈ രീതിയിൽ ഏകദേശം 1-2 വർഷത്തോളം അവർ ദുർബലരായി കഴിഞ്ഞു പോകും. എന്നാലും 3-4 വയസ്സായാലും അവരുടെ ഇല്ലകൾക്ക് വളർച്ച വന്നിട്ടുണ്ടാവില്ല. ഒരു പെട്ടെന്ന് കാണാൻ പെട്ടെന്ന് മുറിഞ്ഞു പോകും. ദുർബലമാണ്. അല്ലാഹുല്ലദീ ഖലഖകും മിൻ ദഅഫ്. ബലഹീനമായ അവസ്ഥയാണ് ഇവിടെ പ്രാരംഭകാലം. ثم جعل من بعد ضعف قوة. ആ ദുർബലകാലം കഴിഞ്ഞാൽ പിന്നെ വരുന്നു നല്ല ശക്തിയുള്ള കാലം, നല്ല ഉച്ചാരണ കാലം, യുവത്വകാലം. കൂവ പടച്ചോൻ ഉപയോഗിച്ച വാക്കിന്റെ ശക്തി എന്നാണ്. നല്ല ആരോഗ്യമുള്ള സമയം, യുവത്വമുള്ള സമയം, ആരോഗ്യത്തോടുള്ള സമയം. അത് കഴിഞ്ഞു 40 കഴിഞ്ഞു. 35 വയസ്സ് വരെ ശാരീരിക വളർച്ചയുണ്ട്. 35 വയസ്സ് വരെ ശരീരം വളരും. 35 വയസ്സായാൽ ശരീര വളർച്ച നിൽക്കും. 35 മുതൽ 40 വയസ്സ് വരെ മാനസിക വളർച്ച പൂർത്തിയാകുന്ന ഘട്ടമാണ്. 40ഓടുകൂടെ ശാരീരികവും മാനസികവുമായ വളർച്ച അവസാനിക്കും. പിന്നെ കീഴ്പോട്ടാണ്. 40 വയസ്സ് വരെ തൊഴിലുള്ള യൗവനമാണ്. 50 വയസ്സ് വരെ യുവത്വമായി പരിഗണിക്കുന്നു. 50 കഴിഞ്ഞാൽ പിന്നെ വളർച്ചവൻ പറയുന്നു പിന്നെ 50 കഴിഞ്ഞാൽ പിന്നെ ദുർബലമാവുകയാണ്, ആരോഗ്യം ചെയ്യുകയാണ്, ശരീരം നല്ല ശോഷിക്കാൻ പോവുകയാണ്, മുടിയൊക്കെ വളരാൻ തുടങ്ങുന്നു, മുഖം ചുളിയാൻ തുടങ്ങുന്നു. 50 കഴിഞ്ഞാൽ പിന്നെ ഖുർആൻ വിളിച്ച പേര് ശൈഖ്. പിന്നൊക്കെ ശൈഖന്മാരാണ്. പിന്നെ ശൈഖിനെ വിളിക്കുന്നവർ മാക്സിമം 70 വരെ ശൈഖാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വിളിക്കുന്ന പേര് കിബർ എന്നാണ് ഖുർആൻ അങ്ങനെ വിളിച്ചത്. കാരണം ഒരു മനുഷ്യന്റെ മാക്സിമം ആയുസ്, എന്റെ ഉമ്മത്തിന്റെ ആയുസ് 60 വർഷത്തെയും 70ന്റെയും ഇടയിലാണെന്ന് മുഹമ്മദ് മുസ്തഫ റസൂൽ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയത് 63-ലാണ്. സുദ്ദീഖുൽ പോയത് 63-ലാണ്. മഹാന്മാർ മുഴുവനും ഏകദേശം മനുഷ്യരേക്ക് 60ന്റെയും 70ന്റെയും ഇടയിൽ പോയതാണ്. പിന്നെ അതിന്റെ കൂടെ കിട്ടുന്നുണ്ടോ? ബോണസാണ് വിചാരിച്ചാൽ മതി. അൽഹംദുലില്ലാഹ്. എങ്കിലും നമ്മൾ ജീവിക്കുന്നവരെ ഇനി 70 റസൂൽ പറഞ്ഞു 70 കഴിഞ്ഞ് പോകുന്ന ആളുകൾ കുറവാണ്, വളരെ കുറവാണ്. പക്ഷെ ഇന്ന് നമ്മൾ കാണാൻ അങ്ങനെയല്ലേ? വയസ്സുള്ളവർ കുറെ പോകുന്നുണ്ട്, യുവാക്കളൊക്കെ അടിച്ചടിച്ച് പോവാണ്. അല്ലെ? നമ്മൾ പറയാമല്ലോ, പഴയ അടിച്ചിന് എത്രയും വലിക്കും, പുതിയത് വലിയുന്നില്ല. അവർ എത്രയും കഷ്ടപ്പെട്ട് നല്ല അധ്വാനം ജീവിച്ചവരാണ്. നമ്മളോ ഇപ്പോഴത്തെ കോഴികളെ പോലെയാണ്. മാസം കൊണ്ട് വളരുന്ന കോഴികളെ പോലെ നമ്മൾ അധ്വാനിക്കുന്നില്ല, വെറുതെ ഇങ്ങനെ വണ്ണം തെളിയിക്കുന്നേ ഉള്ളൂ, വലിയ കാര്യമില്ല. അതായത് 70 കഴിഞ്ഞു പോകുന്ന ആളുകൾ 70 കഴിഞ്ഞു പോകുന്ന ആളുകൾ
നിവർന്ന ആകെ വയസ്സായി ശരീരം ശോഷിച്ചവശമായി നരച്ച് അന്ന് എത്തുന്ന സമയം. അത്തരം ഒരു സമയത്തിന്റെ മാതാപിതാക്കൾ നിനക്ക് കിട്ടിയാൽ നീ ആ സമയത്തെ നിനക്ക് ലഭിച്ച ഏറ്റവും സുവർണാവസരമായി പ്രയോജനപ്പെടുത്തണമെന്ന് വിശുദ്ധ ഖുർആൻ. ഭയങ്കര ഗോൾഡൻ ചാൻസ് ആണ്, സുവർണാവസരമാണ്. നമുക്ക് പറയാനുള്ളത് കൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് പോകുന്നില്ല. കിബർ എന്നാണ് ആ 70 സമയത്തെ കുറിച്ച് പ്രയോഗിച്ചിട്ടുള്ള വായു. അപ്പൊ റബ്ബിന്റെ 80 കുറിച്ച് പ്രയോഗിച്ച വാക്കുകളുടെ പൂവ നല്ല ആരോഗ്യമുള്ള സമയം. അത് പറഞ്ഞ എന്താ പറയാ, ഇഷ്ടമുള്ളത് പടച്ചവൻ ശ്രദ്ധിക്കുന്നവനാണ്. യുവത്വം പൊതുവെ ആരോഗ്യമുള്ള സമയമാണെങ്കിലും എത്ര യുവാക്കൾ അവർ കാണാറുണ്ട് കടന്നുപോയവർ. വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്ഥലത്ത് വാഴയ്ക്ക് വേണ്ടി പോയപ്പോ ഒരു വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോയി. അങ്ങനെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ ചെന്ന് ആദ്യം വെള്ളം കുടിച്ച പാടെ വീട്ടുടമസ്ഥർ പറഞ്ഞു, സാർ എന്റെ പുതിയാപ്പനെ കാണാം, രോഗിയാണ്, കിടപ്പിലാണ്. അറയിൽ കയറി നോക്കുമ്പോൾ ഒരു സഹോദരൻ കുറച്ചിങ്ങനെ കിടക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു പനി എന്തെങ്കിലായിരിക്കും. ചോദിച്ചു, എന്താ അസുഖം? സാറേ, കിടപ്പ് തുടങ്ങിയിട്ട് 3-4 വർഷങ്ങളായി. എന്താണ് കാര്യം എന്ന് ചോദിച്ചപ്പോ അരക്ക് താഴെ ഒന്നും അറിയുന്നില്ല, തളർന്നിരിക്കുകയാണ്. കാര്യം ചോദിച്ചപ്പോഴാ പറഞ്ഞത്, ദുബൈയിൽ ഒരു കമ്പനിയുടെ മാനേജറായിരുന്നു. നല്ല ദീനി ബോധമുള്ള യുവാവാണ്, മാത്രമല്ല മതഭക്തിയോടുകൂടെ ജീവിച്ചവനാണ്. പക്ഷേ ആ സഹോദരൻ കമ്പനിയിൽ കയറിയ ശേഷം കമ്പനിക്ക് നല്ല ഡെവലപ്മെന്റ്, നല്ല ഉഷാറായ കമ്പനി അവരെ ആദരിക്കാൻ ഉദ്ദേശിച്ചു, അവരെ സന്തോഷിപ്പിക്കാൻ ആഗ്രഹിച്ചു. കമ്പനി നടത്തിയത് ഒരു ഡിസേർട്ട് ഡ്രൈവ്, അതായത് മരുഭൂമിയിൽ പോയി കാണുന്ന ഒരു കളിയുണ്ട്. ഡിസേർട്ട് ഡ്രൈവ് നടത്താം, സന്തോഷത്തിന് വേണ്ടി നടത്താം. അവരെ വിളിച്ചു. ആദ്യമൊക്കെ അവൻ പറഞ്ഞു, ഞാൻ വരുന്നില്ല, വേണ്ടാന്ന് പറഞ്ഞു. കമ്പനി നിർബന്ധിച്ചപ്പോ ആ സഹോദരൻ ഡിസേർട്ട് ഡ്രൈവിന് വേണ്ടി മരുഭൂമിയിൽ പോവുകയാണ്. കാറുകൊണ്ട് ഓട്ടി തുള്ളി കളിക്കുമ്പോൾ എപ്പോഴോ തന്റെ പേരടി കാറിന്റെ പിക്സിയിൽ പോയി അടിച്ചു. ഡോക്ടർമാര് പറയുന്നു, സ്പൈനൽ കോഡിന് കേടുവന്നിരിക്കുന്നു, ഓപ്പറേഷൻ സക്സസ് അല്ല, ഒരു ചികിത്സയില്ല, മരണം വരെ കിടപ്പ് തന്നെ. ശരീരം കടന്ന് അരക്കടാട് പൂർണ്ണമായി കടന്ന് മലം പോകുന്നത് അറിയുന്നില്ല, മൂത്രം പോകുന്നത് അറിയുന്നില്ല, മുകളിലേക്ക് യാതൊരു കുഴപ്പമില്ല. ശരീരം കടന്ന് സ്പൈനൽ കോഡിന് കേടുവന്ന് കിടക്കുന്നവർക്ക് അല്ലാഹു നമ്മെ എല്ലാം കാത്ത് സലാമത്താക്കുമാറാവട്ടെ. കടന്നുപോകുന്ന എത്ര യുവാക്കളുണ്ട്. ആരോഗ്യമുള്ള സമയമല്ലേ, പടച്ചോൻ വിചാരിച്ചാൽ ഒരു നിമിഷം കൊണ്ട് കടന്നു പോകും. നമുക്കറിയില്ലേ, മഹാനായ സുലൈമാൻ അബ്ദുൽ മലിക് റഹിമഹുല്ലാഹ് അമവീയ ഭരണകർത്താക്കളിലെ പ്രഗത്ഭനായ നല്ല ഭരണാധികാരിയാണ്. ചരിത്രം അദ്ദേഹത്തിന് കൊടുത്ത പേര് തന്നെ അമവി ഭരണകർത്താക്കളിൽ നല്ല ഭരണാധികാരിയായിരുന്നു സുലൈമാൻ അബ്ദുൽ മലിക്. നല്ല യുവാവ. അദ്ദേഹത്തിന്റെ പ്രത്യേകത 40 വയസ്സാകും മരിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതയായി. അതായത് യുവാവായിരിക്കുമ്പോൾ തന്നെ മഹാനവർ ലോകത്തോട് ഇവിടെ പറഞ്ഞു. എന്താണ് കാരണം? മഹാന്മാര് പറയുന്നുണ്ട്, അദ്ദേഹം ഒരു വെള്ളിയാഴ്ച ദിവസം, വെള്ളിയാഴ്ച കുളിക്കൽ സുന്നത്താണല്ലോ അല്ലേ? വെള്ളിയാഴ്ച കുളി സുന്നത്തല്ലേ? ഇവിടെ കുളിക്കൽ വെള്ളിയാഴ്ച കുളി സുന്നത്താണ്. കുളി സുന്നത്തുള്ള സമയങ്ങളൊക്കെ ഉണ്ട്. ശരീരത്തിന്റെ വാസന പകർച്ചയായാൽ കുളിക്കൽ സുന്നത്താണ്. വെള്ളിയാഴ്ച എല്ലാവരും കുളിക്കൽ സുന്നത്താണ്. ആ വെള്ളിയാഴ്ചയുടെ കുളിച്ച് ബഹുമാനപ്പെട്ട സുലൈമാൻ അബ്ദുൽ മലിക് നല്ല പുത്തൻ ഡ്രസ്സെല്ലാം ധരിച്ച് പച്ച തലപ്പാത കെട്ടി കണ്ണാടിയിൽ നോക്കുകയാണ്. കണ്ണാടിയിൽ നോക്കിയപ്പോ അദ്ദേഹത്തിന് തന്നെ അത്ഭുതം. എന്തോ ഒരു സൗന്ദര്യം, കാണാൻ എന്തോ ഒരു ചന്തം. തന്നെ നോക്കിയിട്ട് തന്റെ കണ്ണാടിയിലെ റിഫ്ലക്ഷൻ കണ്ടിട്ട് പറയും, എന്തൊരു ചന്തം കാണാൻ കണ്ടോ, അല്ലാഹു എനിക്ക് തന്ന ഭാഗ്യം. യുവാവായ രാജാവാണ് ഞാൻ, യുവാവായിരിക്കുമ്പോഴേ അധികാര കസേരയിൽ വരാൻ തൗഫീഖ് കിട്ടിയ ആളാണ് ഞാൻ എന്ന് മനസ്സിൽ പറയാണ്. ചരിത്രകാരന്മാർ പറയുന്നുണ്ട്, ആ ദിവസം അദ്ദേഹം ഇങ്ങനെ കുപ്പായന്റെ കൈ പൊക്കിയിട്ട് മസ്ജിദിലേക്ക് നോക്കിയ തന്റെ ആരോഗ്യം കാണിക്കാൻ. നല്ല ആരോഗ്യമുള്ള യുവാവായ രാജാവ്. തന്റെ മുമ്പ് കഴിഞ്ഞു പോയില്ല രാജാക്കളെയും അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഖാന റസൂലുനാ റസൂലൻ നബിയ്യ വകാന അബൂബക്കർ സിദ്ദീഖ വകാന ഉമർ ഫാറൂഖ വകാന ഉസ്മാൻ ഹയ്യ വകാന അലി ശുജാഅ വകാന മുആവിയ ഹലീമ വകാന യസീദ് സബൂറ വകാന അബ്ദുൽ മലിക് സായിസ വകാന അൽ മലിക് വലീദ് ശബ്ബാ ഹാ അൽ മലിക് ശാബ്.
ഹബീബായ മുഹമ്മദ് മുസ്തഫ കാന റസൂലൻ നബിയ അല്ലാഹു റസൂലുൻ നബിയുമായിരുന്നു മുഹമ്മദ് മുസ്തഫ തങ്ങൾ. തൊട്ടുപിറകെ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ കാന സിദ്ദീഖ സത്യത്തിന് വേണ്ടി നിലകൊണ്ട സത്യാത്മാവായിരുന്നു. വകാന ഉമർ ഫാറൂഖ ശേഷമുള്ള ഖലീഫ ഉമർ സത്യങ്ങളെയും അസത്യങ്ങളെയും വേർതിരിച്ചയാളാണ്. വകാന ഉസ്മാൻ ഹയ്യ ശേഷമുള്ള ഖലീഫ ഉസ്മാൻ നാമം കുടുങ്ങിയായിരുന്നു. വകാന അലിയും ശുജാഅൻ അലി ധീരനായിരുന്നു. വകാന യസീദ് സബൂറ വകാന മുആവിയ ഹലീമ ശേഷമുള്ള അധികാരമർത്തിയാണ് മുആവിയ നല്ല ക്ഷമയുള്ള സഹിഷ്ണുവായിരുന്നു. വകാന യസീദ് സബൂറ യസീദ് നല്ല ക്ഷമയുള്ളയാളായിരുന്നു. വകാന അബ്ദുൽ മലിക് സായിസ എന്റെ ഉപ്പയായ രാജാവായ അബ്ദുൽ മലിക് ഭരിക്കാൻ കഴിയുന്നയാളായിരുന്നു. രാഷ്ട്രീയമായിരുന്ന ആളായിരുന്നു. വകാന വലീദുൻ ജബ്ബാറ എന്റെ ചേട്ടൻ വലീദ് നാട് അടക്കിവാണയാളാണ്. തൊട്ട് പറയുന്ന ഞാനല്ലേ ഹാ അനൽ മലിക് ഷാ അവർക്ക് വയസ്സായപ്പോൾ അധികാരത്തിലെത്തിയത് ഞാൻ കണ്ടില്ലേ. യുവാവായ രാജാവാണ് ഞാൻ. 40 വയസ്സിന് മുമ്പേ അധികാരം ചേർന്ന യുവാവ്. ചരിത്രങ്ങൾ പറയുന്നു ആ ദിവസം ബഹുമാനപ്പെട്ട വെള്ളിയാഴ്ച ദിവസം സുലൈമാൻ പരിശുദ്ധമായ എന്ന് പറഞ്ഞു. പിന്നെ ശബ്ദമിടറുകയാണ്, ശരീരം കറക്കാൻ തുടങ്ങുകയാണ്. പിന്നെ ശരീരം ശബ്ദം തീരത്തിക്കാതെ പോവുകയാണ്. ശരീരം നിറച്ച് താഴോട്ട് വീഴുമോ എന്ന് കണ്ടപ്പോൾ രാജപരിവാരം ഓടി വന്നു, ആളെ ഓടി വന്നു. മഹാനവരുടെ താഴോട്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് ദർബാറിൽ കൊണ്ടുപോയി കൊട്ടാരത്തിൽ കൊണ്ടുപോയി വിശ്വകരന്മാര് വന്നു, വൈദ്യന്മാര് വന്നു, എല്ലാ ചികിത്സയും ചെയ്തു. പക്ഷേ അടുത്ത വെള്ളിയാഴ്ചയാകും മുമ്പ് സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് റഹിമഹുല്ലാഹ് ലോകത്തോട് വിട പറഞ്ഞു പോവുകയാണ്. വഫാത്തായി മരിച്ചുപോയി. മഹാന്മാര് പറയുന്നുണ്ട്, ആ സംഭവം പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക്കിന്റെ മരണകാരണം കണ്ണറായിരുന്നു. ചില ആൾക്കാർ നോക്കിയാൽ മതി, ചില ആൾക്കാർ പറഞ്ഞാൽ മതി, തീർന്നു. അവരൊന്നും ഉദ്ദേശിച്ച് മരണമല്ല, ഒന്നും ഉദ്ദേശിച്ച് നോക്കുന്നതുമല്ല. അതുകൊണ്ടല്ലേ നമ്മൾ പുതിയ വീടൊക്കെ നോക്കുമ്പോൾ എന്തൊക്കെ ചെയ്തോണ്ടല്ലേ ആളുകൾ ആ ജനതീയത ശ്രദ്ധിക്കട്ടെ, വീട് ശ്രദ്ധിക്കട്ടെ വിചാരിച്ച് കരിങ്കണ്ണ നോക്കുന്നത് പറഞ്ഞിട്ട് കഴിയും. ഇപ്പൊ നമ്മളൊക്കെ മാഷാന്തരല്ലോ അള്ളാഹു നമ്മുടെ വീടുകൾക്കും നമ്മുടെ എല്ലാവർക്കും പൂർണ്ണമായ സെക്യൂരിറ്റി പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മൾ ആലോചിക്കും, ചില ആളുകൾ ചിലത് പറഞ്ഞാൽ ഇഷ്ടംപോലെ മാവിൽ നല്ലപോലെ മാങ്ങയുണ്ടായി തൊഴിൽ നിൽക്കുകയാണ്. ഇത്തരം കണ്ണുള്ള ഒരാൾ നോക്കിയിട്ട് പറയാണ്, ഓ മംഗലപ്പുറത്ത് ബൾബ് നോക്കിയ പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ മതി. സകലതൊന്നും കൂടി പോയിട്ടുണ്ടാവും, പെട്ടെന്ന് ബാക്കിയാവില്ല, അടുത്തവരുടെ കായ്ക്കുകയില്ല. ചിലപ്പോൾ വർഷങ്ങളോളം റിസൾട്ട് വാർത്തയുണ്ടാവില്ല. ഇത്തരം ആളുകളുണ്ട്. അതിന്റെ അർത്ഥാണ് ഇത്തരം ആളുകൾ നാക്ക് പറഞ്ഞാൽ അതേപോലെ കളിക്കുന്ന ആളുകളുണ്ടാവും. അത്തരം ആളുകളെ ജനമധ്യത്തിലേക്ക് വിടാൻ പാടില്ല എന്ന് ഫുഖഹാക്കൾ പറഞ്ഞിട്ടുണ്ട്. ആളുകളുടെ ഇടയിലേക്ക് വിടേണ്ടവരൊന്നും വിചാരിച്ച് പറഞ്ഞതല്ല. അവർ പറഞ്ഞു പോകുന്നതിനാൽ അതിന്റെ എഫക്ട് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, ബുദ്ധിമുട്ടാവും. അത്തരം ആളുകളെ ഇടയിലേക്ക് ഇറക്കരുത് എന്ന് ഫുഖഹാക്കൾ കർമ്മശാസ്ത്ര വിധി പറയുന്നത്. ഒരു മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്ന ഏർപ്പാട്, ഒരാൾക്ക് പ്രയാസമുണ്ടാക്കുന്ന ഏർപ്പാട്, അല്ലെ? ഉള്ളി നിന്ന് അങ്ങാടിയിൽ പോകരുത് എന്ന് ബഹുമാനമാരെ പഠിപ്പിച്ചു. ഉള്ളി നിന്നിട്ട് അങ്ങാടി പോകരുത്. ഉള്ളി നിന്നാൽ വാസന ഉണ്ടാവും. അത് വേറൊരാൾ സംസാരിക്കുമ്പോൾ ആ വാസന മറ്റേ അത് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഉള്ളി നിന്നവൻ പോകരുത്, വാസന പോയിട്ടേ പോകാൻ പാടുള്ളൂ. ഇതാണ് ദീൻ. ഒരാൾക്ക് ബുദ്ധിമുട്ട് വരാൻ ആഗ്രഹിക്കാത്ത, എല്ലാവർക്കും നല്ലത് വരണമെന്ന് മാത്രം ആഗ്രഹിക്കുന്ന ഇതാണ് പരിശുദ്ധമായ ദീൻ. അങ്ങനെയാണ് മുസ്ലിമായി നാം ജീവിക്കേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന വിഷയം, സുലൈമാൻ അബ്ദുൽ യുവാവായ 47 സുലൈമാൻ അബ്ദുൽ മലിക് റഹിമഹുല്ലാഹ് ലോകത്തോട് വിട പറഞ്ഞു പോയത് കണ്ണീർ കൊണ്ടായിരുന്നു. അങ്ങനെ വല്ല ബുദ്ധിമുട്ട് വന്നാൽ എത്ര വലിയ യുവത്താണെങ്കിലും എത്ര വലിയ ആരോഗ്യമുണ്ടെങ്കിലും കിടന്നു പോകുമ്പോൾ അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ഇഷ്ടപ്പെട്ടതുപോലെ പടക്കുന്നവനാണ്. നമുക്കോ ഒരു കുഴപ്പമില്ല, കൈകൾക്ക് ആരോഗ്യമുണ്ട്, കാലുകൾക്ക് ആരോഗ്യമുണ്ട്, കണ്ണുകളെ കൊണ്ട് കാണാൻ കഴിയുന്നുണ്ട്, അതുകൊണ്ട് സംസാരിക്കാൻ കഴിയുന്നുണ്ട്. ഏതെങ്കിലും ഒരു നിയമത്തെ പോകും വരാമെന്നതിന്റെ വിലയല്ല
കണ്ണിന്റെ കാഴ്ച പോകുമ്പോഴാണ് കണ്ണിന്റെ വില അറിയുക. നാവ് കൊണ്ട് സംസാരിക്കാൻ കഴിയാതിരിക്കുമ്പോഴാണ് നാക്കിന്റെ വില അറിയുക. അല്ലേ? എന്നാൽ അള്ളാഹു നമ്മെ പൂർണ്ണാരോഗ്യത്തോടെ പഠിച്ചെങ്കിൽ ആരോഗ്യമില്ലാതെ അവരവർക്ക് വിഷമങ്ങളുണ്ടായി ശ്രദ്ധിക്കപ്പെട്ട ആളുകളുണ്ട്. നമ്മളെ കാണാറില്ലേ? നമ്മുടെ മുമ്പിൽ ബന്ധമുണ്ട് കൈ നീട്ടുന്ന ആളുകൾ, കൈയില്ലാത്ത ആളുകൾ, കാലില്ലാത്ത ആളുകൾ. കൈയില്ലെങ്കിലും സമാധാനിക്കാമായിരുന്നു, കാലുണ്ടല്ലോ എന്ന്. കാലില്ലാത്ത ആളുകൾ കയ്യും കാലുമില്ലാതെ ഒരു മരത്തിന്റെ പലകയും നാട്ടി വെച്ചിട്ട് അതിന് 4 ചക്രം വെച്ച് തന്റെ ശരീരം അതിന് മീതെ കയറ്റി വെച്ച് ഭൂമിയിലൂടെ പാമ്പ് ഇഴഞ്ഞു പോകുന്ന പോലെ പോകാൻ പിടിക്കപ്പെട്ട ആളുകൾ അല്ലാഹു നമുക്ക് എത്ര ചെയ്തത്. അതുകൊണ്ട് മുസ്ലിമേ, നിസ്കാരം കഴിഞ്ഞ് അൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പോൾ മനസ്സിൽ ഓർമ്മ വരണം. ഇതെല്ലാം റബ്ബിനെ സ്തുതിക്കുന്നതിന് ഓർമ്മ വരണം. വെറുതെ ഇത് സുബ്ഹാനല്ലാഹ്. നമ്മളൊക്കെ സുബ്ഹാനല്ലാഹ് ഒരു കാറ്റ് പോയാ അല്ലെ? ഇത് കാറ്റിന്റെ പോലാണ്. ചിന്തിക്കണം. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ പരിശുദ്ധിയെ ഞാൻ ബാക്കി പറയുകയാണ്. എത്ര പരിശുദ്ധമായിട്ട് റബ്ബുതാലെ ഭൂമിയെ സംവിധാനിച്ചത്. വല്ല കേടുണ്ടോ, വല്ല കുറവുണ്ടോ, വല്ല ന്യൂനതയുണ്ടോ? സമ്പൂർണ്ണമല്ലേ? എത്ര കൊല്ലങ്ങളായി പ്രകാശിക്കുന്ന സൂര്യൻ കത്തിച്ചൊലിക്കുകയാണ്. രാത്രി കഴിഞ്ഞാൽ പകല് വരെയാണ്, പകല് കഴിഞ്ഞാൽ രാത്രി വരെയാണ്. ഇതുവരെ കൺഫ്യൂഷൻ ആയിട്ടില്ല. 2 രാത്രി ഒന്നിച്ച് വന്നോ? ഒന്നില്ല. സൂര്യനും ചന്ദ്രനും എന്ന് വേണ്ട എല്ലാം കൃത്യമായി കറക്റ്റായാണ്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈൽ വഖ്തിലാഫിൽ ലൈലി വന്നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ്. രാവും പകലും മാറി മാറി വരുന്നു. രാത്രി കഴിഞ്ഞാൽ പകലാണ്, പകൽ കഴിഞ്ഞാൽ രാവാണ്. കൃത്യമായിട്ട് മാറി വരികയാണ്. മാത്രമല്ല, ആകാശഭൂമികളെ പടച്ചവൻ സംവിധാനിച്ചു. നമുക്ക് വേണ്ടി എല്ലാം സംവിധാനിച്ചു. ഇതെല്ലാം ദൃഷ്ടാന്തങ്ങളുണ്ട്. ചിന്തിക്കുന്നവർ ദൃഷ്ടാന്തമുണ്ട്. ഒന്ന് ചിന്തയെ പ്രയോജനപ്പെടുത്തുന്നവർ, ഒന്ന് ആലോചിക്കുന്നവർക്ക് ഇതിലേറെ പാഠമുണ്ട്, ദൃഷ്ടാന്തമുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹുവെ മനസ്സിലാക്കാൻ ഇതിൽ വളരെ തെളിവൊന്നും വേണ്ട. നമ്മൾ ചിന്തിച്ചു നോക്കൂ. ഇന്ന് മഴക്കാലം വന്നു. കൊതുകിനെ കുറിച്ച് ഭയങ്കര ഭീഷണി അല്ലെ? എല്ലാവർക്കും ഭയങ്കര പേടിയ കൊതുകിനെ. നാളെ ഫോട്ടോ വെച്ച് വന്നു. എന്റെ കൊതുകിനെ പേടിക്ക്. ജാഗ്രതയും ശുദ്ധീകരണം ആവശ്യമാണ്. കൊതുകാണ് സകല രോഗം ഉണ്ടാക്കുന്നത്. ഏത് രോഗം വന്നാലും, തക്കാളിപ്പനിയാണെങ്കിലും, കുരങ്ങുപനിയാണെങ്കിലും, എലിപ്പനിയാണെങ്കിലും, പക്ഷിപ്പനിയാണെങ്കിലും കൊതുകിനെ പറയും നമ്മൾ. ഇല്ലേ? എല്ലാം മുപ്പറ തലയിലാണ്. ഈ കൊതുകിന് നമ്മുടെ മീതെ വന്നിരുന്ന് രക്തം കുടിക്കാനുള്ള കഴിവുറപ്പുകാരെ കൊടുത്തു. നമ്മുടെ ഹോസ്പിറ്റലിൽ പോയി എന്തോ ചികിത്സയ്ക്ക് വേണ്ടി അങ്ങനെ ഡോക്ടർ പറഞ്ഞിട്ടാണ് രക്തം കയറ്റണം. രക്തം കയറ്റാൻ എന്തിനു കയറ്റാൻ പറ്റുമോ? നമ്മുടെ ഞരമ്പ് കിട്ടിയാൽ നേഴ്സ് പിടിച്ചിട്ട് തിരിക്കുക, ഞരമ്പ് കിട്ടാൻ വേണ്ടി. നിസ്സാരമായ കൊതുകിന് ഒരു ഞരമ്പ് ആവശ്യമില്ല ചോര പിടിക്കാൻ. അല്ലാഹുവിന്റെ സംവിധാനം. നിസ്സാരമായ ജീവിതത്തിൽ പോലും അല്ലാഹുവിനെ മനസ്സിലാക്കാൻ ഒരു തെളിവുകളുണ്ട്. ആകാശങ്ങളെ കുറിച്ച്, ഭൂമിയെ കുറിച്ച്, ഇവിടെ നടക്കുന്ന ഓരോ സംവിധാനത്തെ കുറിച്ച് നമ്മൾ പഠിച്ചു നോക്കാം. ഇതൊക്കെ നമുക്ക് ചിന്തിക്കാനാണ് നമുക്ക് ചിന്താശേഷി നൽകിയത്. അങ്ങനെ റബ്ബിനെ കുറിച്ച് മനസ്സിലാക്കി ചിന്തിക്കാനാണ് നമുക്ക് ആരോഗ്യമുള്ള സമയം നൽകിയത്. പ്രിയമുള്ള യുവാക്കളെ, ഇന്ന് മദ്യവും മയക്കുമരുന്നുമൊക്കെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമായി മാറിയ കാലം. മദ്യമില്ലാതെ ഒരു കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന രീതിയിലേക്ക് നമ്മുടെ ചിന്താഗതികൾ മാറിയ ഒരു കാലം. കല്യാണമാകാൻ തലേനാൾ കുട്ടിപ്പൊട്ടിക്കണമെന്ന രീതിയിലേക്ക് അല്ലേ? മദ്യം ഇന്ന് വിഭവത്തിന്റെ ഭാഗമായി, ഭക്ഷണത്തിന്റെ ഭാഗമായി മാറിയ ഒരു കാലം. ആലോചിക്കേണ്ട വിഷയമാണ്. മദ്യം വിളമ്പാണ്. കോടിക്കണക്കിന് രൂപയാണ് മദ്യത്തിന് വേണ്ടി ഓരോ ദിവസവും നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത് ചെലവഴിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആരാ? മറ്റുള്ളവരെ കുടിക്കാൻ കുടിച്ചോണ്ട് വിചാരിച്ചാൽ മതി. അതും കുടിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഉമ്മത്തിലെ മെമ്പർമാർ ഒരു പാർട്ടിയാവാൻ, ഒരു സന്തോഷകരമായ അവസ്ഥയെ ആഹ്ലാദകരമാക്കാൻ മദ്യം അനിവാര്യമാണ് എന്ന് ചിന്തിക്കുന്ന കാലം. അതിന് പല ന്യായങ്ങളും പറയും. വിയറും അല്ലെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ കുറിച്ചിട്ട് പറയും. വിയർ കുടിച്ച നല്ല കാര്യമാണ്, തടി തന്നാലും ഉഷാറൊക്കെ നല്ലതാണ് വിയർ. ന്യായം പറയും. ചെറിയ അംശം ആൽക്കഹോളുള്ളൂ, ചെറിയ അംശമുള്ളൂ. ചെറിയ അംശം വേണ്ട, 0.something ആണെങ്കിലും ആൽക്കഹോളുള്ളോ ഹറാമാണ്, നിഷിദ്ധമാണ്. അതിന്റെ അകത്തായാൽ അത് ഹറാമ് തന്നെ. വസ്ത്രത്തിലായാൽ അത് കഴുകി ശുദ്ധിയാക്കണം, നീക്കണമെന്ന് വിശുദ്ധ ഇസ്ലാം. എന്നിട്ടല്ലേ അകത്താക്കൽ? പറയാം തടി നന്നാവും നല്ലതാണ്,
മൂത്രത്തിന്റെ അസുഖത്തിന് നല്ലതാണ്. എല്ലാം നമ്മൾ നല്ലതെന്ന് പറയും. അവസാനം ചേരപ്പറ്റുകൾ അതിന്റെ വിഷമങ്ങൾ പ്രയാസങ്ങൾ വേറെയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്ന വിഷയം, ഇത്തരം സംസ്കാരങ്ങളൊക്കെ, ഇത്തരം ജീവിത രീതികളൊക്കെ മദ്യവും മയക്കുമരുന്നും കൂടിക്കൂടി വരികയാണ് സമൂഹത്തിന്റെ അനിവാര്യതകളായിട്ട് ഇവരുടെ മാറുന്ന ഒരു പശ്ചാത്തലത്തിൽ. പ്രിയമുള്ള യുവാക്കളെ, നമുക്കുള്ള യുവത്വം അല്ലാഹുവിന്റെ വഴിയിൽ അടച്ചവൻ ഇഷ്ടപ്പെടുന്ന വഴിക്ക് തെളിച്ചു വിടാൻ കഴിഞ്ഞാൽ നമുക്ക് നാളെ അർശനതയിൽ ഉണ്ടാകും. മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ ഇബാദത്തിലായി ജീവിക്കുന്ന യുവാവിന് അർശിന്റെ നില നൽകപ്പെടുന്ന 7 ആളുകളെ പറഞ്ഞപ്പോൾ രണ്ടാമനായ യുവാവ് അല്ലാഹുവിന്റെ ഇബാദത്തിലായി ജീവിച്ച യുവാക്കൾ. അതുകൊണ്ട് കുടിച്ചാൽ ദഹിക്കുന്ന പ്രായത്തിൽ കുടിക്കാതിരിക്കണം. പ്രായമായിട്ട് തന്നെ ദഹിക്കണം, കുടിക്കുകയില്ല എങ്കിൽ ദഹിക്കുന്ന ഒരു പ്രായമുണ്ട്, ആ പ്രായത്തിൽ കുടിക്കാതിരിക്കണം. ആ പ്രായം ചോദിച്ചാൽ ഞാനായിട്ട് മറുപടി പറയാനുള്ള കരുത്തുള്ള ആരോഗ്യമുള്ള സമയം. അപ്പൊ പ്രശ്നമുണ്ടാക്കലല്ല. നിനക്ക് ആരോഗ്യമുണ്ടെങ്കിലും തിരിച്ചടിക്കാൻ കഴിയുമെങ്കിലും നീ തിരിച്ചടിക്കലല്ല. നീ വലിയ ആരോഗ്യവാനാണ്, വലിയ മസിൽപ്പുറമാണ് തെളിക്കാൻ വേണ്ടിയുള്ള വഴി ക്ഷമയാണ്. മുഹമ്മദ് മുസ്തഫ ലൈസ ശരീറു ബിസ്സുറ ഇന്നമ ശരീറു الذي يملك نفسه عند الغضب. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി, ഗുസ്തി നോക്കിയിട്ടല്ല ആൾ നല്ല ശക്തിമാനാണോ നല്ല ആരോഗ്യവാനാണ് തീരുമാനിക്കുന്നത്. അടിക്കാൻ കഴിയുന്ന ആൾ തീരുമാനിക്കുന്നത് അയാളെ മസിൽ നോക്കിയിട്ടല്ല. ഇന്നമ ശരീർ, നിശ്ചയമായും ശക്തിമാൻ الذي يملك نفسه عند الغضب. ദേഷ്യം വരുമ്പോ തിരിച്ചടിക്കാൻ കഴിവുണ്ട്. ഒന്ന് കൊടുത്താൽ ഒന്ന് തന്നാൽ രണ്ടല്ല 4 കൊടുക്കാൻ പവർ ഇരിക്കട്ട്. എന്നിട്ടും ക്ഷമ പാലിച്ചുകൊണ്ട് സ്വന്തത്തെ നിയന്ത്രിക്കുന്നവനാണ് നിങ്ങളുടെ ശക്തിമാൻ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചിലപ്പോൾ ആരോഗ്യമുണ്ടാകുമ്പോൾ നമുക്ക് ചിന്ത വരും, എന്റെ നമുക്കത് ആരെങ്കിലും നീങ്ങിയാൽ വിഴണ്ട, എന്റെ കൊടുത്തേക്കാം. ഈ ചോരത്തിളപ്പിലെ തോന്നുള്ളൂ, കുറച്ചുകൂടി ഞാൻ നിൽക്കില്ല അല്ലേ? തീവ്രവാദ പ്രസ്ഥാനങ്ങളൊക്കെ നാട്ടിൽ വളർന്നു വരുമ്പോ പ്രിയപ്പെട്ട യുവാക്കളൊക്കെ അതിന്റെ ഇരകളായി മാറുന്ന വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, ഒരിക്കലും തീവ്രമായ സമീപനം, ശക്തമായ സമീപനം ഒരു വിഷയത്തിന്റെയും പരിഹാരമല്ല. ഏത് വിഷയത്തിന്റെയും പരിഹാരം സ്നേഹപരമായ പെരുമാറ്റമാണ്, സ്നേഹപരമായ സമീപനമാണ്. അത് ഏത് ശത്രുവിനെയും മിത്രമാക്കുന്ന ഏർപ്പാടാണ്. വിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുക, എല്ലാവരോടും സ്നേഹപരമായുള്ള പെരുമാറ്റം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും മറ്റുള്ളവരുടെ അധികം തുണിക്കൊണ്ടാൽ വിളിക്കപ്പെടണമെന്നല്ല. ഉമ്മത്തിന്റെ ഇഷ്ടത്തിന് വേണ്ട ഏർപ്പാട് നാം ചെയ്യുക. നമ്മൾ ചിന്തിക്കും, ഈ രാജ്യത്തിൽ എന്തുകൊണ്ടാണ് മുസ്ലിം സമുദായം ഇത്തരം പിന്നാക്കാവസ്ഥയായത്? നമുക്ക് ആയുധമില്ലാത്തതുകൊണ്ടാണോ? നമുക്കൊരു സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ടാണോ? മറ്റേത് തരത്തിലുള്ള നമ്മുടെ പ്രശ്നങ്ങൾ കൊണ്ടാണോ? എന്തുകൊണ്ട് ഒരുപക്ഷെ കേരള സംസ്ഥാനത്ത് മുസ്ലിം സമുദായത്തിന്റെ പോപ്പുലേഷൻ 23%. 23%. കേരളത്തിൽ ആകെ 100 പേരുണ്ടെങ്കിൽ അതിൽ 23 പേര് മുസ്ലിങ്ങളാണ് എന്നർത്ഥം. ബാക്കി 77 ആളുകൾ ഹിന്ദു, ക്രിസ്ത്യാനി, മറ്റെല്ലാം 27 ആളുകൾ ഉണ്ടാവും. 23 ആളുകൾ മുസ്ലിങ്ങളായിരിക്കും. 23% മുസ്ലിങ്ങൾക്ക് ഈ സംസ്ഥാനത്ത് അനുവദിക്കപ്പെട്ട റിസർവുകളായിരിക്കുന്ന അവകാശങ്ങൾ കിട്ടുന്നില്ല എന്ന പരാതി പറയുമ്പോ അത് മറ്റുള്ളവരെ കുതിരകയറിട്ട് കാര്യമില്ല, അത് മറ്റുള്ള മനസ്സിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നാം നമ്മുടെ നേതൃത്വത്തിൽ ഞാൻ ചോദിക്കട്ടെ, ഈ രാജ്യത്ത് ഒരുപാട് കമ്മീഷനുകൾ മുസ്ലിം സമുദായത്തിന്റെ പിന്നാക്കാവസ്ഥയെ കുറിച്ച് പറഞ്ഞു. സച്ചാർഗവൻ റിപ്പോർട്ടാണെങ്കിലും നരേന്ദ്ര കമ്മീഷൻ റിപ്പോർട്ടാണെങ്കിലും ഏതൊക്കെ റിപ്പോർട്ടുകളാണെങ്കിലും മുസ്ലിം സമുദായത്തിന്റെ പിന്നാക്കാവസ്ഥയെ കുറിച്ച് പറഞ്ഞു. ഓരോ മേഖലയിലും സമുദായത്തിന് വേണ്ടി അർഹതയുള്ള മേഖലകൾ സമുദായത്തിന് കൊടുത്തില്ല എന്ന് പറഞ്ഞു. ആവട്ടെ, അങ്ങനെ ഇൻ കേസ് ഒരു ഭരണം വരുന്നു, ആ ഭരണത്തിൽ മുസ്ലിം സമുദായത്തിന് നിഷേധിക്കപ്പെട്ട സകല സീറ്റിലേക്കും ഉമ്മത്തിന് പ്രവേശനം കൊടുക്കാൻ, യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് അവർക്കുള്ള ഉദ്യോഗം കൊടുക്കാൻ, ജോലി കൊടുക്കാൻ. എന്നാൽ ഈ കുമ്പളയിൽ നിന്ന്, നമ്മുടെ പരിചയത്തിൽ നിന്ന് എത്ര മക്കളെ കൊടുക്കാൻ പറ്റും? വിദ്യാഭ്യാസ യോഗ്യതയുടെ എത്ര മക്കളെ കൊടുക്കാൻ പറ്റും? ഏത് റിപ്പോർട്ടുകൾ പറഞ്ഞിരിക്കുന്ന വിദ്യാഭ്യാസ പിന്നാക്കാവസ്ഥ, അവരുടെ ജോലി തടയപ്പെടുന്നു, ജോലി കൊടുക്കുന്നില്ല, റിസർവ് സീറ്റ് കൊണ്ട് നിഷേധിക്കപ്പെടുന്നു എന്ന് പറയുമ്പോ ആ റിസർവ് സീറ്റിലേക്ക് ഉമ്മത്തിലെ ആളുകൾക്ക് ജോലി കൊടുക്കാൻ ഗവൺമെന്റ് തയ്യാറായാൽ അതിന് എത്ര പേരെ നമ്മുടെ മഹലിന് കൊടുക്കാറുണ്ട്? എത്ര ആളുകൾ കൊടുക്കാറുണ്ട്? വിദ്യാസമ്പന്നരായ ആളുകളുണ്ടോ?
പഠിച്ചു വലുതായി വിദ്യാഭ്യാസപരമായി നമ്മൾ വളർന്ന് സമുദായത്തിന് അനിവാര്യമായ തലങ്ങൾ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും. ഇന്ത്യയിൽ മൊത്തം പരിശോധിച്ചാൽ 17% മുസ്ലിം സമുദായം, 17. അതായത് ഇന്ത്യയിൽ ആ 100 പേരുണ്ടെങ്കിൽ 17 പേര് മുസ്ലിങ്ങളാണ്. എങ്കിൽ രാജ്യത്തെ സിഖ് സമുദായം 2% കഴിയില്ല. 2%, 1 ആണ് സിഖ് സമുദായത്തിന്റെ പോപ്പുലേഷൻ. 100 പേര് ഇന്ത്യയിലുണ്ടെങ്കിൽ 1.5 മുകളിൽ മാത്രമേ സിഖുകാരുണ്ടാവുള്ളൂ. ഈ സിഖുകാരെ മാറ്റി നിർത്തിയിട്ട്, സിഖ് സമുദായത്തെ മാറ്റി നിർത്തിയിട്ട് ഇന്ത്യ ഭരിക്കാൻ കഴിയുമെന്ന് ഇന്ത്യ ഭരിക്കുന്ന ആരെങ്കിലും ചിന്തിക്കോ? ചിന്തിക്കൂല. ഒരുപക്ഷേ നമ്മുടെ പള്ളിയിലെ ഉസ്താദുമാരെക്കാൾ വലിയ വലിയ തലകെട്ടിട്ട് സിഖ് മതക്കാരായ സിഖ് മതവേഷം ധരിക്കുന്ന ആ സിഖ് സമുദായത്തിലെ ആളുകളാണ് രാജ്യത്തിന്റെ പരമോന്നതമായ ജോലികളിലൊക്കെ. ആർമിയാണെങ്കിലും ഒഫീഷ്യൽ തലങ്ങളാണെങ്കിലും എക്സിക്യൂട്ടീവ് മേഖലകളാണെങ്കിലും ഏത് മേഖലയിലും നല്ല വിദ്യാസമ്പന്നരായി ഹൈ പോസ്റ്റിലുള്ളത് ആ സമുദായത്തിലെ ആളുകളാണ്. അവരെ മാറ്റി നിർത്തിയിട്ട് ഇന്ത്യ ഭരിക്കാൻ കഴിയില്ല. അധികാരികൾ ചിന്തിച്ചു, നമ്മളോ മുമ്പ് പറഞ്ഞ പോലെ ബാപ്പയുടെ കഫ്റ്റീരിയാണ് സ്വപ്നം അല്ലെ? 18 കൊല്ലം മുമ്പ് ബാപ്പ തുടങ്ങി, മോൻ ഉണ്ടായപ്പോൾ ബാപ്പ തുടങ്ങിയതാണ്. 18 വയസ്സായ മോനെ കേട്ടിടണം, മോൻ ബാപ്പ ഉണ്ടാവുകയും ചെയ്യും. ഈ കഫ്റ്റീരിയ സ്വപ്നം മക്കളെ നിങ്ങൾ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും, SSLC പരീക്ഷ പാസ്സായാലും പാസ്സായില്ലെങ്കിലും, +2 പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും മോനെ 18 വയസ്സിലേ വേണ്ടു. ആദ്യം നോക്കും, രണ്ടാമത്തെ കാലം കോളേജിൽ പോകും. മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, സ്കൂട്ടി എടുത്ത് കൊടുക്കുക. ആ സമയത്ത് പിന്നെ കാസർഗോഡ് പോകുന്നവർ കുപ്പളയിൽ പോകും. പിന്നെ പാസ്സാവില്ലല്ലോ. പിന്നെ 2 വർഷം കൊണ്ട് 18 വയസ്സാവാൻ. അതേപോലെ 18 വയസ്സാണ് നമ്മളെ ബസ്സിണ്ടല്ലോ അവിടെ. 18 വയസ്സാകുന്ന താടിക്ക് ശേഷിച്ചിട്ടുണ്ട്. 18 വയസ്സാകുന്ന ബസ്സിണ്ടല്ലോ. അല്ലെങ്കിൽ 18 വയസ്സാകും. ആ 2 വർഷക്കാലത്തിന് നാട്ടിൽ തേങ്ങ പാലാണ് നടക്കണം. നാടിനെ പറയിപ്പിച്ച്, ഉമ്മത്തിനെ പറയിപ്പിച്ച്, കുടുംബത്തെ പറയിപ്പിച്ച്, സകല വേണ്ടാത്തവരും പാപ്പ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന 18 വയസ്സായി കിട്ടിയാൽ മതിയായിരുന്നു. ഇങ്ങോട്ട് കേട്ടിയാൽ തീരുമായിരുന്നല്ലോ. 2 വർഷം ഉമ്മത്തിനെ പറയിപ്പിച്ചെടുക്കാം. എന്തേ? നമ്മൾക്ക് വിദ്യാഭ്യാസ കാഴ്ചപ്പാടുകളില്ല. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് കൊടുത്ത ഗ്രാഫിലാണ് ABCD. ഗൾഫിൽ പോയാലും ഈ എന്ന സ്വീകരിക്കാൻ പറ്റൂല. ABCD 4 ജോലി. A ആയ, B ബോയ്, C കുക്ക്, D ഡ്രൈവർ. 5ാമത്തെ ഔദ്യോഗിക ജോലിയെ കുറിച്ച് ചിന്തിക്കാൻ നമുക്കുണ്ടാവില്ല. അതിനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമുക്കില്ല. ഏതെങ്കിലും അറബിയിലെ മക്കളെ നോക്കുന്ന ആയമായ ജോലി ചെയ്യുന്നവർ, അതല്ലെങ്കിൽ ഹൗസ് ബോയ്, ഓഫീസ് ബോയ്, അതുമല്ലെങ്കിൽ 14 മലയാളികളുടെ പലശേഷി ജോലി ചെയ്യുന്ന ആളുകളാണ്. അവർക്ക് തപ്പുകാരൻ വേണം. ഞാൻ വെച്ചേരാം, 1950 ശമ്പളം തന്നാൽ മതി എന്ന് ആ ശമ്പളം ജോലി എടുക്കുകയാണ്. അതുമല്ലെങ്കിൽ ടാക്സിയോ പ്രൈവറ്റ് കാർ ഓടിക്കുന്ന ഡ്രൈവർ. 5ാമത്തെ ഔദ്യോഗികനെ പ്രകോപനത്തിന്റെ ഒരു ജോലിയെ കുറിച്ചിരിക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? നമ്മൾ മുസ്ലിമായതുകൊണ്ടാണോ? അല്ല, നമ്മൾ വിദ്യാഭ്യാസപരമായി അവസ്ഥയില്ല. നമ്മൾ പഠിച്ചില്ല. നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ പഠിപ്പിച്ചില്ല. മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ പറയുന്നു, മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ ഞാൻ ഭൗതികമല്ല, എല്ലാ രംഗത്തും മതപരമായി കാഴ്ചപ്പാടില്ലാത്ത മക്കൾ എത്ര ഭൗതികമായി പഠിപ്പിച്ചാലും യാതൊരു ഉപകാരം ഉണ്ടാവില്ല. മതബോധത്തോടുകൂടെ തന്നെ ഭൗതികമായി പ്രിയപ്പെട്ട മക്കൾ പഠിച്ച് രാജ്യത്തിന് അനിവാര്യമായ തലങ്ങളിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ സമ്മാനിക്കാൻ കഴിഞ്ഞാൽ ഉമ്മത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. അല്ലേ? നമ്മൾ ആലോചിച്ചു നോക്കൂ. നമ്മുടെ പഞ്ചായത്ത് കുമ്പള പഞ്ചായത്ത് കുമ്പളയാണോ? ആ കുമ്പള പഞ്ചായത്ത് ഞാൻ അങ്ങനെ സങ്കല്പിക്കുകയാണ്. കുമ്പള പഞ്ചായത്ത് മുസ്ലിം ഭൂരിപക്ഷം പഞ്ചായത്താണെന്ന് വിചാരിച്ചോൾ. അല്ല, സപ്പോസ് അങ്ങനെ സങ്കല്പിക്കും ആണോ? ഞാൻ വിചാരിച്ചോളി. കുമ്പള പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഒരു മുസ്ലിം ഹാജിക്കാണ്. എല്ലാ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. മുസ്ലിം സ്ഥാനാർത്ഥികളാണെന്നത് എല്ലാവരും മത്സരിച്ചു. മെമ്പർമാരൊക്കെ മുസ്ലിങ്ങൾ, ഓരോ മെമ്പർ മുസ്ലിം. പഞ്ചായത്ത് പ്രസിഡന്റ് മുസ്ലിം ഹാജിക്കയാണ്. അങ്ങനെ പഞ്ചായത്ത് കൂടി കുമ്പളയിലെ ഏറ്റവും വലിയ പ്രശ്നം വേനൽക്കാലം വന്നാൽ വല്ലാത്ത വെള്ളത്തിന്റെ ക്ഷാമം, കുടിവെള്ളം ഒരു വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് കുമ്പള പഞ്ചായത്ത് തീരുമാനിക്കുന്നു, ഈ നാട്ടിലാകെ ഒരു ജപ്പാൻ കുടിവെള്ള പദ്ധതി കൊണ്ടുവരണം. നാട്ടിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ ഏറ്റവും വലിയ പരിഹാരം. എല്ലാവരും പറഞ്ഞു, എല്ലാവരും ഒരേ അഭിപ്രായം, തീർച്ചയായിട്ടും കൊണ്ടുവരണം. ഏറ്റവും വലിയ പ്രശ്നമാണ്, പരിഹരിക്കപ്പെടേണ്ട വിഷയമാണ്. മെമ്പർമാരെ മുഴുവൻ ഒപ്പിട്ടു, താഴെ പ്രസിഡന്റ് ഒപ്പിട്ടു. ഈ ഫയൽ കൊടുക്കുന്നത് എവിടെയാ? പഞ്ചായത്ത് സെക്രട്ടറിയുടെ മുമ്പിലേക്കാണ്. പഞ്ചായത്ത് സെക്രട്ടറി ഏതെങ്കിലും വാർഡിൽ ജയിച്ചു വന്ന ആളല്ല.
പഞ്ചായത്ത് സെക്രട്ടറി ഗവൺമെന്റ് ഓഫീസറാണ്, ഗവൺമെന്റ് നോമിനിയാണ്. ആ പഞ്ചായത്ത് സെക്രട്ടറി നോക്കിയിട്ട് പറയാണ്, കുമ്പളക്കാരൊക്കെ നല്ലവണ്ണം കുറിച്ചില്ലേ കുഴപ്പമില്ല എന്ന് വിചാരിച്ച് താൻ കയ്യിൽ കരുതിയ പേന കൊണ്ട് ചുവപ്പ് കൊണ്ട് താഴെ ആ ഫയലിന്റെ ചുവട്ടിൽ ഒരു സാങ്കേതികത്വം എഴുതിയിട്ടാൽ ഈ ഫയൽ മുന്നോട്ട് പോകില്ല, ഇവിടെ പദ്ധതി വരികയില്ല, നിങ്ങൾ വെള്ളം കുടിക്കുകയില്ല. അല്ലെ? അപ്പോ പ്രസിഡന്റ് ഒരു പക്ഷേ നമുക്ക് നമ്മുടെ ആളാവും, മെമ്പർമാർ നമ്മുടെ ആളുകളായിരിക്കും. ഇലക്ഷൻ അല്ലേ, വേണമെങ്കിൽ അത്യാവശ്യം പൈസ എല്ലാവർക്കും 10 രൂപ കൊടുത്താൽ എല്ലാവരും വോട്ട് ചെയ്ത് നമുക്ക് ആളുണ്ടാക്കുകയും ചെയ്യാം, പ്രസിഡന്റും ഒപ്പിക്കാം. സെക്രട്ടറി നമുക്ക് പൈസ കൊടുത്താക്കാൻ പറ്റില്ല. അത് വിദ്യാഭ്യാസമുള്ള മക്കളുടെ വേണം. ആ മേഖലയിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ പഠിപ്പിച്ചുകൊണ്ട് വരാൻ കാണണം. അങ്ങനെ മുസ്ലിം സമുദായത്തോട് കമ്മിറ്റ്മെന്റ് ഉള്ള ഒരു സെക്രട്ടറി വന്നാൽ ഈ ഫയൽ കൊടുത്താൽ സുഖമായിട്ട് പച്ചമശി കാര്യം മുന്നോട്ട് പോകും. നമ്മുടെ പിന്നാക്കാവസ്ഥയാണ് നമ്മുടെ പരാജയത്തിന്റെ ഹേതു. അത് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നമ്മുടെ പൊതു സ്വഭാവം, മനുഷ്യന്റെ പൊതു സ്വഭാവമാണ്. എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ മിസ്റ്റേക്ക് അംഗീകരിക്കൂലല്ലോ. വീട്ടിൽ കയറി ചെന്നു, ഓള് മക്കൾ വളരാനില്ലാത്ത മാസം നേരിച്ചോളി, ഓള് മക്കളെ ടി വി കാണാണ്. വീട്ടിന്റെ ഏറ്റവും പുറത്തുള്ള റൂമിൽ തന്നെയാണ് ടി വി കണ്ടുകൊണ്ടിരുന്നത്. വാതിൽ അടച്ചു, പൂട്ടിയിട്ടില്ല. ഭർത്താവ് ഗവൺമെന്റ് ജോലിക്കാരനാണ്. കയറി ചെന്ന പാടെ ഇവർ വാതിൽ തുറന്നു. തുറന്നപ്പോ ഇവർ വാതിലെടുത്ത് ഇരിക്കുന്നുണ്ട്. ഇവരാണെങ്കിൽ കട്ടൻ ചായ കുറിച്ച് ഗ്ലാസ് അവിടെ വെച്ചിട്ടുണ്ട്. വാതിൽ തുറന്ന പാടെ ഇയാൾ അറിയാതെ ഇവരെല്ലാവരും ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ ടിവിയിലേക്ക് തന്നെയായി. വാതിൽ തുറന്നു. ഇവർ നിരത്തി വെച്ചിരുന്ന ഗ്ലാസിന്റെ ഒറ്റ തട്ട് ആരെയും ഇവർ തന്നെ തട്ടിയത്. ഗ്ലാസ് തെളിച്ചൊക്കെ പോയി മൂടയിൽ തട്ടിയിട്ട് പൊട്ടിയത് തെളിച്ചു. ഉടനെ പറയും, കണ്ടാറ കാലത്ത് എവിടെയെങ്കിലും ഗ്ലാസ് വെക്കും. നിനക്ക് ഗ്ലാസ് വെക്കാൻ വേണ്ടി ഒന്നാമത്തെ ആഗ്രഹത്തില്ലേ, അതിനെ കൂടെ വെച്ചാൽ പോരെ. എന്റെ അർത്ഥം, കുറ്റക്കാർ ഗ്ലാസ് പൊട്ടാൻ കാരണക്കാരൻ ഞാനല്ല, നീയാണ്. മിസ്റ്റേക്ക് എന്റെ ഭാഗത്ത് കേൾക്കുന്നതാണല്ലോ. ഉടനെ അവിടെ പറയും, അള്ളാഹുത്താല കണ്ടെന്നത് വെറുതെ നല്ല നോക്കി നടക്കാൻ തന്നെയാണ്. പിന്നെ പ്രശ്നം തീരോ? ചിലപ്പോൾ ആ വിഷയം തലാഖിലേക്ക് എത്തുക. തെറ്റാവേല കയറി ചെല്ലുമ്പോ മര്യാദയുണ്ട്, നോക്കി നടക്കണം. നോക്കി നടന്നില്ല, തെറ്റംഗീകരിച്ചാൽ കുഴപ്പമുണ്ടാവാൻ പ്രശ്നം കൊണ്ട് തീരും. എന്നാൽ അംഗീകരിക്കുകയാവില്ല. ഇതേപോലെയാണ് സമുദായത്തിന്റെ വിഷയം മറ്റുള്ളവരെ വരെ കെട്ടിവെച്ചിട്ട് മറ്റുള്ളവരാണ് പ്രശ്നക്കാരെന്ന് പറയുന്ന പകരം നമ്മുടെ വിഷയം എന്താണ്, നമ്മളാണ് യഥാർത്ഥ പ്രശ്നക്കാർ. അതിന്റെ പരിഹാരം ഉണ്ടാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, ആ മേഖലയിലേക്ക് ആയിരിക്കണം നമ്മുടെ ചിന്തയുണ്ടാവുന്നത്. കാലത്തിന്റെ ചുവരെഴുത്തുകൾ വായിച്ചറിഞ്ഞുകൊണ്ട് സമുദായത്തിന് അനിവാര്യമായ സർവ്വതലങ്ങളിലേക്കും നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ പഠിച്ചു വലുതാകാൻ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലെ? ഇപ്പൊ 2005 മുമ്പുള്ള പഴയ നോട്ടുകളൊക്കെ ഒഴിവാക്കാൻ പോവാണ്. 2000 ജൂൺ ഒഴിവാക്കുന്നത് പിന്നെ വരേണ്ടാവില്ലാണ്. എന്നാ ചോദിക്കട്ടെ, ഈ കടലാസിലൊക്കെ ഒപ്പിടുന്ന ഒരാളുണ്ട്. 947 ഈ രാജ്യം സ്വതന്ത്രമാകാൻ ഏറ്റവും കൂടുതൽ പണിയെടുത്ത സമുദായം ഞാൻ പ്രസംഗിക്കുന്നുണ്ടല്ലോ. മുസ്ലിം സമുദായം ഏറ്റവും കൂടുതൽ കഠിനാധ്വാനം ചെയ്തു ഈ രാജ്യം സ്വതന്ത്രമാകാൻ. ഞാൻ ചോദിച്ചോട്ടെ, 947 രാജ്യം സ്വതന്ത്രമായിട്ട് ഇന്ന് 2015, 68 വർഷം കഴിഞ്ഞിട്ട് ഈ സമുദായത്തിലെ ഏതെങ്കിലും ഒരു മോന്, ഒരു മുസ്ലിം പേരുള്ള ഒരു മോന് ആ 100 രൂപയുടെയോ 500 രൂപയുടെയോ നോട്ടിൽ ഒപ്പിടാൻ പറ്റിയിട്ടുണ്ടോ? ഒരു മുസ്ലിം മോൻ 68 കൊല്ലമായി ബ്രിട്ടീഷുകാരുടെ പറങ്ങിയെ കെട്ടിടപ്പിക്കാൻ പണിയെടുത്തുകൊണ്ട് വിദ്യാഭ്യാസത്തിന് മഹത്വം പഠിപ്പിച്ചുകൊണ്ട് എന്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു മുസ്ലിം നാമമായി ഒരു പക്ഷേ നോട്ട് ലക്ഷം കാണാം. ഒരു 500 നോട്ടാണെങ്കിൽ അതിൽ എഴുതി വെച്ചിട്ടാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എഴുതി വെച്ചിട്ട് താഴെ കാണാം, ഐ പ്രോമിസ് ടു പേ ദ ബിയറർ ദ സം ഓഫ് 500 rupees എന്ന് പറഞ്ഞൊരു ഗവർണർ ഒപ്പിട്ടിട്ടുണ്ടാവും. ആ ഒഴിഞ്ഞ സ്ഥലത്ത് ഒപ്പല്ലോ, അതൊക്കെണ്ടാവും. വിടാൻ പാടില്ല പരീക്ഷണം. ഈ കടലാസുകളുടെ ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും 500 രൂപയുടെ വില നൽകുന്ന കടലാസ് എങ്ങനെയായി ഒപ്പാകണം. ഈ ഒപ്പിടാൻ ഒരു മുസ്ലിം നാമധാരയെ ഒരു മോനെ സമ്മാനിക്കാൻ നമ്മുടെ രാജ്യത്തെ 17% മുസ്ലിം സമുദായത്തിന് ഒരു മോനെങ്കിലും തരണോ? കാരണം എന്താ? വിദ്യാഭ്യാസപരമായി പിന്നാക്കമായി. അതുകൊണ്ട് മറ്റുള്ളവരെ പഠിച്ചാലതിന് പകരം സ്വന്തം കാലിനെ മന്ത് മനസ്സിലാക്കിയിട്ട് സ്വന്തം അഴിമകളും സ്വന്തം കുറവുകളും എന്നാണ് മനസ്സിലാക്കിയിട്ട് അതിനുവേണ്ട പരിഹാരം തേടുകയാണ് അത് വേണ്ടത്. കാലത്തിന്റെ ചുവരത്തേമായി ചേർന്നുകൊണ്ട് ആ മേഖലയിലെ പ്രവർത്തന പതിവുകളുമായി നമ്മുടെ സമുദായം മുന്നോട്ട് പോയാലേ ഇതിനൊക്കെ പരിഹാരങ്ങൾ ഉണ്ടാക്കാൻ കഴിയുള്ളൂ. വിദ്യാഭ്യാസപരമായ വിപ്ലവം, വിദ്യാഭ്യാസം ആഭാസമാകാൻ പാടില്ല, ആഭാസമാണ്. വിദ്യാഭ്യാസം ആഭാസമായി മാറിയതാണ്.
എന്തിന് നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ പഠിക്കാൻ പോകുന്ന ചോദിച്ചു എന്തിന് പഠിക്കും ചോദിച്ചാൽ ഒരു ഗോളും ഒരു ലക്ഷ്യം ഉണ്ടാവില്ല. എന്തിന് പഠിക്കുന്ന മോനെ അമ്മോ പാപ്പ പറഞ്ഞു പോകണം. എത്ര വരെ പഠിക്കും? ഡിഗ്രി മിക്കവാറും പാസ്സാവില്ല. മുസ്ലിം മാനേജർ നടത്തുന്ന സ്കൂളുകൾ മിക്കതും പരിശോധിച്ചാൽ നമ്മുടെ മക്കൾ പഠിക്കുന്ന നമ്മുടെ മക്കളവിടെ പഠിക്കുന്നുണ്ടെങ്കിൽ മിക്കവാറും ആ മക്കളൊന്നും ഡിഗ്രി പാസ്സാവുണ്ടാവില്ല. ശരിയായിരിക്കും. എന്തുകൊണ്ടാണ്? പഠിക്കാനല്ല പലപ്പോഴും പഠിപ്പിക്കാൻ കൊടുത്ത രക്ഷിതാവിന് പോലും ഒരു പ്രത്യേകമായ ലക്ഷ്യമില്ല. എന്തിനെ എന്നെ പോലെ പഠിപ്പിക്കണം, എന്ത് പഠിപ്പിക്കണം, ഒരു കാഴ്ചപ്പാടില്ല. ഇത് മാറണം സമുദായമേ. നമ്മൾ ആലോചിക്കണം. ഇത് ഏറ്റവും വലിയ ടെക്നോളജിയുടെ കൂട്ടാണ് നാം ജീവിക്കുമ്പോ ഈ ഇൽമാണ്, എഡ്യൂക്കേഷനാണ് ഉമ്മത്തിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ. അൽ-ഇൽമു ഹയാത്തുൽ ഇസ്ലാം. ഇൽമാണ് ഇസ്ലാമിന്റെ ജീവൻ. ഇൽമാണ് ജീവൻ. ഇൽമുണ്ടെങ്കിലേ ജീവനുണ്ടോ, അല്ലെങ്കിൽ ശവ. ഒന്നാമത്തെ മനുഷ്യൻ ഞാൻ സൂചിപ്പിച്ചു. സൃഷ്ടിക്കാൻ അപ്പത്താര തീരുമാനിച്ച മരങ്ങൾ പറഞ്ഞത് പടച്ചോടെ എന്തിന് കുഴപ്പക്കാരായ മനുഷ്യനെ, എന്തിന് പ്രസാദമാകുന്ന ഈ മനുഷ്യനെ പടക്കാൻ നിനക്ക് വേറെ ആരെയില്ലേ? ഞങ്ങൾ പോലെ തസ്ബീഹെല്ലാം, ഞങ്ങൾ പോലെ മാറ്റി പറയാൻ എന്ന് പറഞ്ഞു. നിങ്ങളറിയാത്ത പലരും ഞാൻ അറിയും. ഈ മറുപടി ഒറ്റ വാക്കിൽ പറഞ്ഞു വെക്കി. എന്നിട്ട് മനുഷ്യന്റെ മഹാത്മ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ ബോധിപ്പിക്കുകയാണ്. എങ്ങനെയാ? ആദം നബിയെ പടച്ചു. ഒരു അല്ലാഹു തആല പറഞ്ഞു എക്സാം നടത്തുന്നുണ്ട്, ഒരു പരീക്ഷയുണ്ട്. പരീക്ഷാ വിഷയം എന്താണ്? വലിയ ഗഹനമായ വിഷയമൊന്നുമല്ല, മാത്തമാറ്റിക്കൽ തിയറി ഒന്നുമല്ല, സയൻസിലെ ഫോർമുലാസ് ഒന്നുമല്ല. എന്താ വിഷയം? ഫിസിക്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഭൗതിക ലോകത്തുള്ള കുറെ വസ്തുക്കൾ, കുറെ മരങ്ങളും കുറെ സാധനങ്ങളും അതിന്റെ പേര് പറയണം. അതിന്റെ ഘടകങ്ങൾ എന്താണ്, മൂലങ്ങളെന്ന് പറയണ്ട. ഈ ഇതിന്റെ പേരെന്താണ്? അല്ലാഹു ലോകത്താദ്യമായി നടത്തുന്ന എക്സാം, ആ പരീക്ഷ വാചിക പരീക്ഷയാണ്, ഓറൽ ടെസ്റ്റാണ്, റിട്ടൺ ടെസ്റ്റ് അല്ല, എഴുത്ത് പരീക്ഷയല്ല. പരീക്ഷാർത്ഥികളായ ഒരു ഭാഗത്ത് ബഹുമാനപ്പെട്ട മനുഷ്യൻ, മറ്റേ ഭാഗത്തോ ബഹുമാനപ്പെട്ട മലായിക അവരുടെ ഉസ്താദാകുന്ന ഇബ്ലീസുൽ ലഈൻ. വലിയ ആബിദാണ്, വലിയ മുദരിസ. മലായിക കിതാബുകളുടെ മുദരിസാണ്, ആബിദാണ്. ഇബ്ലീസിനെ എടുത്തിട്ടും വെക്കാത്ത ഒരിടം ആകാശലോകത്തില്ല എന്ന് മുഹമ്മദ് മുസ്തഫ. അത്ര വലിയ ആളാണ്. അവരൊരു ഭാഗത്ത്, ഇങ്ങേ ഭാഗത്ത് ആദം എന്ന ഒറ്റ മനുഷ്യൻ. ഈ മനുഷ്യനെ പടക്കാൻ പോകുമ്പോഴല്ലേ, മനുഷ്യകുലത്തിന്റെ പ്രാരംഭം തുടങ്ങുമ്പോഴല്ലേ എന്തിനെ ചോദിച്ചത്? മനുഷ്യന്റെ മഹാത്മ്യം പഠിപ്പിക്കാൻ നമ്മൾ തീരുമാനിച്ചതാ. അതിനാ എക്സാം, അതിനാ പരീക്ഷ. അല്ലാഹു പറഞ്ഞ പരീക്ഷ ആരംഭിക്കാൻ പോവുകയാണ്. വിഷയം എന്താ? ഫിസിക്സ് ആണ്. ഭൗതിക ലോകത്തെ കുറെ വസ്തുക്കളെ പടച്ചോൻ നിരത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു പരീക്ഷ ആരംഭിക്കാണ്. മലക്കുകളെ നിങ്ങളല്ലേ കൂടുതൽ, അതുകൊണ്ട് എല്ലാം നിരത്തി വെച്ചിട്ട് അവരോട് ചോദിച്ചു, അംബിഊനി ബിഅസ്മാഇ ഹൗലാ ഇൻ കുൻതും സാദിഖീൻ. നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ മനുഷ്യൻ കുഴപ്പക്കാരനാണ്, ഫസാദുണ്ടാക്കുന്നവനാണെന്ന്. നിങ്ങൾ പറഞ്ഞ വാക്യം സത്യമാണെങ്കിൽ മലക്കുകളെ ഈ നിരത്തി വെച്ച വസ്തുവിന്റെ എല്ലാം പേരെന്ന് പറയൂ. قالوا سبحانك لا علم لنا إلا ما علمتنا سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. മലക്കളെല്ലാവരും പറഞ്ഞു, പടച്ചോനെ എന്നൊരു ചോദ്യമായത് എങ്ങനെ പേര് പറയാനാണ്? ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ. പഠിപ്പിച്ചാലേ അറിയോ ഞങ്ങൾക്ക്. ഈ പാഠം ഞങ്ങൾക്ക് എടുത്തിട്ടില്ല, ഈ വിഷയം നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് അറിയില്ല. മലക്കൾ ഒന്നടങ്കം ഇബ്ലീസ് ഉൾപ്പെടെ എല്ലാവരും അറിയില്ല റബ്ബേ. അല്ലാഹു പറഞ്ഞു ആർക്കും അറിയില്ലല്ലേ? അറിയില്ല. ആദമിലേക്ക് തിരിഞ്ഞു. ഫഖാല യാ ആദം അംബിഉഹും ബിഅസ്മാഇഹിം. ആദം ഈ നിരത്തി വെച്ച വസ്തുവിന്റെ എല്ലാം പേരെന്ന് പറഞ്ഞു കൊടുക്ക്. ഫലമ്മാ അംബഅഹും ബിഅസ്മാഇഹിം ഖാല അലം അഖുൽ ലക്കും ഇന്നി യഅലമു ഗൈബസ് സമാവാതി വൽ അർദ്. ആദം നബി കൃത്യമായി മറുപടി പറയാൻ നമ്പർ 1, 2, 3 എന്ന് പറഞ്ഞ് കൃത്യമായി മറുപടി കൊടുത്തു. ആദം അലൈഹിസ്സലാത്തു വസ്സലാം മറുപടി കൊടുത്തപ്പോ അല്ലാഹു ചോദിച്ചു മലക്കുകളോട്, നിങ്ങളല്ലേ പറഞ്ഞിരുന്നത് എന്തിന് മനുഷ്യൻ
മനുഷ്യന്മാരെ എന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? നിങ്ങൾ അറിയാത്ത പലതും പറയുമെന്ന് നിങ്ങൾക്ക് മറുപടി പറയാൻ കഴിഞ്ഞോ? നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വട്ടപ്പൂച്ചന്മാർക്കാണ്, ആദം കണ്ടില്ലേ 100-ൽ 100 മാർക്കാണ്. അതുകൊണ്ട് അവാർഡ് കൊടുക്കണം, ഉപഹാരം കൊടുക്കണം. 10,001 രൂപയല്ല, എല്ലാവരും ഒരു മനുഷ്യന് കൊടുക്കാവുന്ന പുരസ്കാരം കൊടുക്കണം. എന്താ പുരസ്കാരം? ഉസ്തുദൂ ലിആദം ഫസജദൂ ഇല്ലാ ഇബ്ലീസ് അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. എല്ലാവരും ആദം കൊടുക്കണം. അതുകൊണ്ടാണല്ലേ ആദം യാ ശൈത്താൻ മാറാ ഏക സജദേ കേ ന കർമേ മേ യാ ശൈത്താൻ മാറാ एक सजदे के न करने में अगर लाखों बरस सजदा में सर मारा तो क्या मारा, बड़ी मोदी को मारा, नफ्स अम्मारा कदर मारा, निहंगो अस्दहा शेरो नगर मारा तो क्या मारा. അല്ലാഹു പറഞ്ഞു, എല്ലാവരും ആദമിന്റെ മുമ്പിൽ ആദമിന്റെ കാൽക്കൽ വന്ന് എല്ലാവരും നെറ്റിത്തടം വെക്കണം, എല്ലാവരും സാത്താം ചെയ്യണം. ഫസലു ഇല്ലാ ഇബ്ലീസ്. എല്ലാവരും ചെയ്തു, എല്ലാവരും പുരസ്കാരം സമ്മാനിച്ചു, ആദരം കൊടുത്തു. ഇല്ല ഇബ്ലീസ്, ഇബ്ലീസ് ഒഴികെ. യാ ശൈത്താൻ മാറാ ഏക സജദേ കേ ന കർനേ മേ. ഒരു സാത്താൻ നിസ്കാരത്തിന്റെ സുഖല്ല, ശുക്രന്റെ സുഖല്ല, അറിവിന്റെ പുരസ്കാരമാകുന്ന സുഖമുണ്ട്. അത് ചെയ്യാത്തപ്പോഴാണ് ഇബ്ലീസിനെ റബ്ബാണ് തരം താഴ്ത്തിയത്. ലോകത്തെ ഒന്നാമത്തെ പാഠം ആദം എന്ന മനുഷ്യന്റെ മഹാത്മ്യം അറിവാണ്. അറിവുള്ളവരെ ആദരിക്കണം. അറിവുള്ളവരെ ആദരിച്ചില്ലെങ്കിൽ അവൻ ഏറ്റവും നിന്ദ്യനാണ്. ഇബ്ലീസ് നിന്ദ്യനായതുപോലെ ലഅനത്തുല്ലാഹി അലൈഹി. ലോകത്തെ ഒന്നാമത്തെ പാഠം ഓറൽ ടെസ്റ്റ് റിസൾട്ട്. എന്റെ ഒരു ചെറിയ ചിന്ത വന്നു ഇബ്ലീസിന്. വലിയ മുദരിസായിരുന്നല്ലോ. ഒരു ചെറിയ ചിന്ത, ഞാൻ തീ കൊണ്ട് പടക്കപ്പെട്ടവൻ, ആദം മണ്ണ് കൊണ്ട് പടക്കപ്പെട്ടവൻ. മണ്ണൊക്കെ നല്ല കട്ടയാക്കി മാറ്റി, ഇഷ്ടിക പോലുള്ള കട്ടയാക്കി മാറ്റാൻ തീ കൊണ്ടാണ്. അങ്ങനെയുള്ള തീ കൊണ്ട് പടക്കപ്പെട്ട ഞാൻ മണ്ണ് കൊണ്ട് പടക്കപ്പെട്ട ആദമിന്റെ മുമ്പിലോ യാ ശൈത്താൻ മാറാ ഏക സജദേ കേ ന കർനേ മേ അഗർ ലാഖോं ബർസ് സജദാ മേ സർ മാറാ ക്യാ മാറാ. 7 ലക്ഷക്കണക്കിന് വർഷം സൂക്ഷിച്ചാലും ഒരു കാര്യമില്ല. കാരണം അറിവിനെയാണ് അവൻ നിരാകരിച്ചത്. ഒരു ചെറിയ അഹങ്കാരം, बड़ी मोदी को मारा नफ्स अम्मारा कदर मारा. അതുകൊണ്ട് ഈ അഹങ്കാരം എന്ന് പറയുന്ന ഹൃദയത്തിൽ വരുന്ന ഈ ഒരു വികാരമുണ്ടല്ലോ, ഈ കിബറുണ്ടല്ലോ, അതിനെ അവർ ചെയ്യണം. അത് മനുഷ്യനെ ഏറ്റവും പരാജയപ്പെടുത്തി കളയും. അങ്ങനെ വേണ്ടാതെ കൽപ്പിക്കുന്ന നഫ്സിനെ നമ്മുടെ ശരീരത്തെ കീഴടക്കാൻ കഴിഞ്ഞാൽ നമുക്ക് സമാധാനിക്കാം. ഏറ്റവും വലിയ ശത്രുവിനെയാണ് ഞാൻ കീഴടക്കിയത്. നമ്മുടെ ഏറ്റവും വലിയ ശത്രു നഫ്സാണ്. നഫ്സ് പലതും പറഞ്ഞുകൊണ്ടിരിക്കും, പലതും മന്ത്രിച്ചുകൊണ്ടിരിക്കും. നഫ്സിനെ കീഴടക്കണം. നന്മ ചെയ്യാൻ നാം ഒരുപെടുമ്പോ നമ്മെ പിന്തിരിപ്പിക്കും. പലപ്പോഴും വേണ്ടാത്ത ചിന്തകളും ആഗ്രഹങ്ങളും മനസ്സിലുണ്ടാകും. ഇല്ല, അല്ലാഹുവിന് പൊരുത്തമില്ലാത്ത ഒന്നും ഞാൻ ചെയ്യില്ല എന്ന് ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് നഫ്സിനോട് യുദ്ധം പ്രഖ്യാപിക്കാൻ കഴിഞ്ഞാൽ ബനി മോദിനി വമാറാ നഫ്സ് അമ്മാറാ തർമാറാ. നഫ്സ് അമ്മാറാ, ചീത്ത കൊണ്ട് കൽപ്പിക്കുന്ന നഫ്സ്. ആ നഫ്സിനോട് യുദ്ധം ചെയ്യാൻ കഴിഞ്ഞാൽ, ആ നഫ്സിനെ കീഴടക്കിയാൽ അവർക്ക് പറയാം, ഏറ്റവും വലിയ ശത്രുവിനെ ഞാൻ കീഴടക്കിയിരിക്കുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും ആയിരക്കണക്കിന് വരുന്ന പേർഷ്യൻ പടയോട് പോരടിച്ച് തിരിച്ചു വരികയാണ്. ഒരുപാട് സഹാബത്ത് മരിച്ച പോരാട്ടമാണ്. യുദ്ധങ്ങളിൽ തിരിച്ചു വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും ക്ഷീണം കൊണ്ട് വടിയിൽ വിശ്രമിക്കാമെന്ന് റസൂൽ പറഞ്ഞു സഹാബത്തോട്, സഹാബ, ചെറിയ യുദ്ധമാണ് അവസാനിച്ചത്, ചെറിയ ജിഹാദ് എടുത്തിരിക്കുന്നു. ജിഹാദ് അക്ബർ, ഇനിയും ഒരു പോരാട്ടം ബാക്കിയുണ്ട്. സഹാബത്താകെ ബേജാറായി. അല്ലാഹുവിന്റെ പ്രവാചകരെ, എത്ര വലിയ പോരാട്ടമാണ് കഴിഞ്ഞത്. ഒരുപാട് സഹാബത്ത് മരിച്ചു. ഇനി ഇതിനേക്കാളും വലിയ പോരാട്ടമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്, ഇതിനേക്കാളും വലിയ പോരാട്ടമുണ്ട്. അത് ആയുധ പോരാട്ടമല്ല. ആ പോരാട്ടം ജിഹാദുൽ നഫ്സ്, നഫ്സിനോടുള്ള പോരാട്ടമാണെന്ന്, നഫ്സിനെ കീഴടക്കലാണ് എന്ന് മുഹമ്മദ് നഫ്സിന്റെ താല്പര്യം പോലെ കഴിയലല്ല. നഫ്സ് അല്ലാഹുവിനെ കീഴ്പ്പെടുത്താൻ വേണ്ടി നമ്മൾ പണിയെടുക്കലാണ്. നമ്മുടെ ഏറ്റവും വലിയ ശത്രുവിനെ കീഴ്പ്പെടുത്താൻ പറഞ്ഞാൽ യുവാക്കളെ, നമ്മുടെ നഫ്സ് കൂട്ടുകെട്ടൊക്കെ ആകുമ്പോ പലതും പറയും.
കാലത്തിന്റെ ഈ വഞ്ചനയിൽ നാം പെട്ടുപോകരുത്. നാം അല്ലാഹുവിന്റെ വഴിക്കനുസരിച്ച് ജീവിക്കാൻ മുന്നോട്ട് പോകാൻ പ്രതിജ്ഞാബദ്ധരാകണം. എങ്കിൽ നമ്മുടെ യുവത്വം നാളെ അല്ലാഹുവിന്റെ പക്കൽ നമുക്ക് അനുകൂലമായി സാക്ഷി പറയുകയും അർശിന്റെ മേൽ നമുക്ക് ലഭിക്കുകയും ചെയ്യും. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എനിക്ക് ഒരുപാട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. റസൂൽ പറഞ്ഞു, ഖംസൻ ഖബല ഖംസ്. 5 അവസ്ഥകൾ വരും മുമ്പ് 5 അവസ്ഥകൾ നീ ഉപയോഗപ്പെടുത്തണം. ഒന്ന് ശബാബക ഖബല ഹറമിക. വാർദ്ധക്യം വരും മുമ്പ് യുവത്വത്തെ ഉപയോഗപ്പെടുത്തണം. പ്രായമായി അപ്പോൾ പക്ഷേ നിസ്കാരങ്ങൾ തുടങ്ങും, നിസ്കരിക്കാൻ ആഗ്രഹം ഉണ്ടാകും, പൂർണ്ണമായിട്ട് നിസ്കരിക്കാൻ ഒട്ടു പറയുന്നില്ല, കാലം മടങ്ങുന്നില്ല, ആരോഗ്യം അനുവദിക്കുന്നില്ല, അപ്പൊ പൂർണ്ണമായിട്ട് നിസ്കരിക്കാൻ പറ്റൂല. നിനക്ക് പൂർണ്ണമായി നിസ്കരിക്കാൻ പറ്റിയ ഒരു സമയം ഉണ്ടായിരുന്നു, അന്ന് നിസ്കരിച്ചിട്ടില്ല. വാർദ്ധക്യം വരുമ്പോൾ യുവത്വത്തെ പ്രയോജനപ്പെടുത്തണം. അങ്ങനെ യുവത്വത്തെ നല്ലപോലെ നിസ്കരിച്ച് പരമാവധി നമ്മൾ നന്മകൾ ചെയ്താൽ വയസ്സായി നമുക്ക് ചെയ്യാൻ ആഗ്രഹമില്ലെങ്കിൽ പോലും അള്ളാഹു ചെയ്ത പ്രതിഫലം തരും. മഹാന്മാർ പഠിപ്പിക്കുക. എന്തുകൊണ്ട്? ഇപ്പൊ അവർക്ക് ആരോഗ്യമുണ്ടായിരുന്നു, മുമ്പൊക്കെ ചെയ്തവനാണ്. ഇപ്പോഴും ആരോഗ്യമുണ്ടോ? അവർ അതേപോലെ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് മുമ്പ് ചെയ്തുകൊണ്ട്, മുമ്പ് കാലങ്ങളാ നന്മയെ ചെയ്തുകൊണ്ട് ചെയ്ത പോലെയുള്ള പ്രതിഫലം നമ്മുടെ തരുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. ഒന്ന് ശബാബ് വാർദ്ധക്യം വരുമ്പോൾ യുവത്വത്തെ പ്രയോജനപ്പെടുത്തണം. 2 വസിഹ്ഹത ഖബല സഖലിക. രോഗം വരും മുമ്പ് ആരോഗ്യത്തെ പ്രയോജനപ്പെടുത്തണം. എപ്പോഴാ രോഗം വരിക പറയാൻ പറ്റൂല. വകം മിൻ സഹീഹ് മാത മിൻ ഖൈരി ഇല്ലതി വകം മിൻ മരീദിൻ ആശ ദർറൻ ഇലാ ദർരി. എത്ര ആരോഗ്യമുള്ള പെട്ടെന്ന് ഒരു രോഗം ഉണ്ടായിട്ടില്ല, പെട്ടെന്ന് മരിച്ചു. മുമ്പൊക്കെ നമ്മൾ പ്രായമുള്ളവർക്ക് മാത്രമായിട്ട് വിചാരിച്ച രോഗമാണ്. ഇന്ന് ചെറിയ മക്കൾക്ക് പോലും ഹേർട്ട് അറ്റാക്ക് വരുന്നത്. ഹേർട്ട് ഫെയിലാവാം. രോഗം വരും മുമ്പ് ആരോഗ്യത്തെ ഉപയോഗപ്പെടുത്തുക. ഇന്ന് വേറെ ചില രോഗികളോ വേറെ ചില ആളുകൾ ജീവിച്ചോണ്ടിരിക്കുന്നത് എത്ര കാലം രോഗിയായിട്ട് കിടക്കുന്നത്, മരിച്ചു കിട്ടിയെങ്കിൽ പലപ്പോഴും ആഗ്രഹിച്ചതാണ്, മരിക്കുന്നില്ല, മരിച്ചെത്തുന്നില്ല, പലപ്പോഴും. അതുകൊണ്ട് ആരോഗ്യത്തെ അവരെ സഹകരിക്ക. രോഗം വരുമ്പോൾ നീ പ്രയോജനപ്പെടുത്തണം. അവരെ സഹകരിക്ക. ദാരിദ്ര്യം വരും മുമ്പ് നിന്റെ ഐശ്വര്യത്തെ ഉപയോഗപ്പെടുത്തണം. പക്ഷെ നാളെ നീ ഫക്കീറ, ഇന്ന് മരിയാണ്, ഇന്നുണ്ടോ ഇന്ന് വേഗം കൊടുക്കുക, നാളെ ഉണ്ടാകും കുഴപ്പമില്ല. നാളെ ഒരു പക്ഷേ എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് ഫക്കീറാവാം. ദാരിദ്ര്യം വരും മുമ്പ് ഐശ്വര്യത്തെ പ്രയോജനപ്പെടുത്തണം. ജോലി തിരക്ക് വരും മുമ്പ് ഒഴിവ് സമയത്തെ പ്രയോജനപ്പെടുത്തണം. നാളെ നമുക്ക് എന്ത് ജോലിയായിരിക്കും, എത്രമാത്രം തിരക്കുണ്ടെന്ന് പറയാൻ പറ്റില്ല. ഇന്ന് ഒഴിവുണ്ടോ, ഇന്ന് നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഒഴിവ് സമയം ജോലി തിരക്ക് വരും മുമ്പ് ഒഴിവ് സമയത്തെ ഉപയോഗിക്കുക. മരിക്കും മുമ്പ് നിന്റെ ജീവിതത്തെ ഉപയോഗപ്പെടുത്തുക. മരിച്ച കിടക്കുന്നതൊന്നുമില്ല, ജീവിത സമയത്തേ ഉള്ളൂ. അതുകൊണ്ട് എപ്പോ മരിക്കും പറയാൻ പറ്റില്ല. ആ മരണം വരും മുമ്പ് നിന്റെ ഹയാത്തിനെ, നിന്റെ ജീവിതത്തെ ഉപയോഗപ്പെടുത്തണമെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ പടച്ചവനെ, ഞങ്ങൾക്ക് നൽകപ്പെട്ട ആരോഗ്യത്തെ, ഞങ്ങൾക്ക് നൽകപ്പെട്ട ഒഴിവ് സമയങ്ങളെ, ഞങ്ങൾക്ക് നൽകപ്പെട്ട ജീവിതത്തെ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബിനോട് കൊടുക്കുന്ന കരാറായത്, റബ്ബിനോട് കൊടുക്കുന്ന പ്രതിജ്ഞയായത് നിശ്ചയമെന്റെ നിസ്കാരം, വനുസുകി എന്റെ ആരാധനകൾ മുഴുവനും, വമഹ്യായ എന്റെ ജീവിതം മുഴുവനും, വമമാതി എന്റെ മരണം പോലും ലില്ലാഹി റബ്ബിൽ ആലമീൻ. ലോകരക്ഷിതാവായ അല്ലാഹുവിന് വേണ്ടിയാണ്. പടച്ചവനോട് നാളല്ലാതെ നമ്മൾ പറയുന്ന വാക്കായിട്ട് ചിന്തിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക. എന്റെ നിസ്കാരം, ആ നിസ്കാരം പോലെ മര്യാദക്ക് റബ്ബിനാവറില്ല അല്ലെ? എന്തൊക്കെയോ ചിന്ത വരികയാണ്, മനസ്സിലെവിടേക്കോ ഓടിപ്പോവാണ്. എന്റെ നിസ്കാരം, എന്റെ ആരാധനകൾ, എന്റെ ജീവിതം മുഴുവനും, എന്റെ മരണം പോലും, എന്റെ മരണവും ലോകരക്ഷിതാവായ അല്ലാഹുവിന് വേണ്ടിയാണ് എന്ന് റബ്ബിനോട് കരാർ പറയുന്നവരാകാം. ആവട്ടെ, അതിന് അല്പമെങ്കിലും ശ്രമം വേണ്ടേ? അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആ ബോധം നൽകപ്പെടുന്ന ഒരു മാസമാക്കി ഈ റമദാനെ മാറ്റണേ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. أرحم الراحمين يا ملك الجليل يا الله. പടച്ചവനെ ഞങ്ങൾ പരിശുദ്ധമായി ദീന് പറഞ്ഞു. ദുനിയാവിന്റെ താല്പര്യം വെച്ച് പറഞ്ഞവരല്ല, നിന്നെ ആഗ്രഹിച്ചും നിന്റെ നിലയെ പ്രതീക്ഷിച്ചുകൊണ്ട് പറഞ്ഞവരും കേട്ടവരും ഇരുന്നവരുമാണ് ഞങ്ങൾ. കബൂലാക്കണേ അല്ലാഹ്, കബൂലാക്കണേ റബ്ബേ. പടച്ചവനെ കഴിഞ്ഞ കാലങ്ങളിൽ അറിവില്ലായ്മ കൊണ്ട് ശാരീരികമായ മാനസികമായ ദൗർബല്യം കൊണ്ട് ഒരുപാട് ദോഷങ്ങൾ ചെയ്തവരും പറഞ്ഞവരും കേട്ടവരും ഒക്കെയാണ്. നീ തന്ന കണ്ണുകൊണ്ട് ഹറാമ കണ്ടവർ, ഹറാമിലേക്ക് നോക്കിയവർ, നീ തന്ന ചെരുകൊണ്ട് ഹറാമ കേട്ടവർ, പടച്ചവനെ നീ തന്ന നാമ കൊണ്ട് ഹറാമ സംസാരിച്ചവർ, നീ തന്ന കൈകളും കാലുകളും ഒക്കെ നിനക്കെതിരെ ചെലവഴിച്ചവർ അല്ലാഹ് പാപികളാണ്, ദോഷികളാണ്, പാപങ്ങളാണ് റബ്ബേ. ഞങ്ങളെ ശിക്ഷിക്കല്ല റഹ്മാനേ, ദേഷ്യം പിടിക്കല്ല റബ്ബേ, അദാബിൽ പെടുത്തല്ല റബ്ബേ, അദാബിൽ പെടുത്തല്ല റഹ്മാനേ. പടച്ചവനെ നിങ്ങൾ ധിക്കാരികളാണെന്ന് ഞങ്ങളെ ശിക്ഷിക്കല്ല അല്ലാഹ്, രോഗം നൽകി ബുദ്ധിമുട്ടിക്കല്ല റബ്ബേ, മാരകമായ ആഫാത്ത് മുസീബാത്ത് ഇറക്കല്ല റബ്ബേ. പടച്ചവനെ എന്തെല്ലാം രോഗമാണ് ഇന്ന് കാണുന്നത്. ക്യാൻസർ പോലെയുള്ള, എയ്ഡ്സ് പോലെയുള്ള, കുട്ടരോഗം പോലെയുള്ള, മന്ത് പോലെയുള്ള കേറി വരുന്ന ഒരുപാട് സാമ്പത്തിക ചെലവ് വരുന്ന ആളുകൾ പറയാനും കേൾക്കാനും ഒക്കെ അറപ്പും പൊറുപ്പും കാണിക്കുന്ന പലതരം വസ്തുക്കളുടെ കാലഘട്ടമാണല്ലോ. ഇത്തരം വസ്തു കൊണ്ട് വിഷമിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്, ചെറിയവരുണ്ട്, വലിയവരുണ്ട്. ശിഫ നൽകണേ റബ്ബേ. യാ ഷാഫി യാ കാഫി യാ മുഅഫി യാ അല്ലാഹ്, ശിഫ നൽകണേ റബ്ബാനേ. പടച്ചവനെ നിങ്ങളിലാരെങ്കിലും നിനക്ക് അത്തരം വല്ല മാരകമായ രോഗമുണ്ടാക്കാൻ തീരുമാനമുണ്ടെങ്കിൽ ഈ ശിഫ റബ്ബാന്റെ ബർക്കത്ത് കൊണ്ട് ആ ശർറായ തമാലിനെ റദ്ദാക്കണേ റബ്ബേ. ഞങ്ങളെ കണ്ട് പലരും രോഗത്തിന്റെ കാഠിന്യം പറഞ്ഞ് കരഞ്ഞവരുണ്ട് അല്ലാഹ്. സമൂഹത്തിൽ ഒറ്റപ്പെട്ടവർ, കുടുംബത്തിൽ ഒറ്റപ്പെട്ടവർ, രോഗത്തിന്റെ കാഠിന്യം കൊണ്ട് കാണാൻ പറ്റാത്ത അവസ്ഥയാണ് റബ്ബേ. വിഷമിക്കുന്നവരാണ്. ശൈത്താനിയായിരിക്കാം, റുഹാനിയായിരിക്കാം, സിഹറായിരിക്കാം, ജിന്നായിരിക്കാം, ഫരീദായിരിക്കാം, എന്ത് രോഗമാണെങ്കിലും പടച്ചവനെ ശിഫയാക്കണേ അല്ലാഹ്. ആഫിയത്ത് കൊണ്ട് അനുഗ്രഹിക്കണേ റബ്ബേ. പടച്ചവനെ മാരകമായ രോഗം പിടിപെട്ട് കടന്നുപോയി നോക്കേണ്ട മക്കളും ഞങ്ങളെ ശ്രദ്ധിക്കേണ്ട കുടുംബവും ഒന്ന് മരിച്ചു കിട്ടിയെങ്കിൽ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കിടത്തിക്കളയല്ല അല്ലാഹ്. നിങ്ങളെ ഞങ്ങൾക്കോ മറ്റുള്ളവർക്കോ ഒരു ഭാരമാക്കി മാറ്റുന്ന റഹ്മാനേ. നീ തന്ന ആരോഗ്യത്തിൽ നിന്ന് ധിക്കരിച്ചവരാണ് പടച്ചവനെ, വേണ്ടാത്രങ്ങൾ ചെയ്തവരാണ്, ചിന്തയില്ലാതെ കൊണ്ട് ചെയ്തു പോയവരാണ് അല്ലാഹ്. ഞങ്ങൾക്ക് പൊറുക്കണേ റബ്ബേ. പടച്ചവനെ ഒരുപാട് ആളുകൾ മരിച്ചു പോയവരുടെ കബർ കിടപ്പാണ് പലരും. അദാബിലുണ്ട് റബ്ബേ, പലരും അദാബുകൾ നീക്കണേ അല്ലാഹ്, അദാബുകൾ നീക്കണേ റബ്ബേ. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിക്കേണ്ടവരല്ലേ. ഞങ്ങൾക്ക് വേണ്ടി എവിടെയോ ആരും ഒരുങ്ങി കിടക്കുന്നുണ്ടല്ലോ. ആ ബോധം നിങ്ങൾക്ക് താ റബ്ബേ. അത് ചിന്തിച്ചുകൊണ്ട് നിനക്ക് വേണ്ടി ദിക്ർ ചൊല്ലി നിനക്ക് വേണ്ടി ജീവിക്കുന്ന നിസ്കാരവും ആരാധനകളും ജീവിതവും മരണവും നിനക്ക് വേണ്ടിയാക്കുന്ന കഴിവുകളിൽ ഞങ്ങളെ പെടുത്തണേ റഹ്മാനേ. ഞങ്ങൾ ചെയ്യുന്ന ആ പ്രതിജ്ഞ നീ സത്യമാക്കണേ അല്ലാഹ്. അതിനുള്ള നിന്നെ കുറിച്ചുള്ള ഓർമ്മ താ റബ്ബേ. പടച്ചവനെ വലിയ ജീവിക്കുന്ന ഒരുപാട് യുവാക്കന്മാരുണ്ട്, ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളുണ്ട്. ദീനിലേക്ക് എടുപ്പിക്കണേ അല്ലാഹ്. പറയിപ്പിക്കുന്ന മക്കളാക്കല്ല അല്ലാഹ്. മക്കളെ കൊണ്ട് കുടുംബത്തെ കൊണ്ട് കണ്ണീര് കുടിക്കുന്ന അവസ്ഥ വരുത്തണ റഹ്മാനേ. പടച്ചവനെ വിദ്യാഭ്യാസപരമായി പലതരത്തിൽ നിങ്ങൾ പിന്നാക്കമായതുകൊണ്ട് രാജ്യത്ത് നിങ്ങൾ ഒരുപാട് പിന്നിലാണ്, പിന്നാക്കാവസ്ഥയിലാണ്, അവകാശം നിഷേധിക്കപ്പെടുകയാണ്. നിങ്ങളെ ശക്തിപ്പെടുത്തണേ അല്ലാഹ്. വിദ്യാഭ്യാസപരമായി വളർത്തണേ അല്ലാഹ്. ആരാന്റെ അടിയും തൊടിയും കൊള്ളേണ്ട ഗതികേട് വരുത്തല്ല അല്ലാഹ്. ഇസ്സത്തിലാക്കണേ റബ്ബേ. ഈ രാജ്യത്തിന്റെ സമാധാനം കാക്കണേ റബ്ബേ. പടച്ചവനെ ഈ രാജ്യം സമാധാനമുള്ള രാജ്യമാക്കണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങളുടെ കുടുംബങ്ങളെ സംരക്ഷിക്കണേ അല്ലാഹ്. പടച്ചവനെ കല്യാണപ്രായമായ ആൺമക്കളും പെൺമക്കളും ഒരുപാടുണ്ട്. ദുആ ചെയ്യാൻ വേണ്ടി കണ്ണീരോടെ പറഞ്ഞവരുണ്ട്. ഈ റമദാൻ കഴിയുമ്പോഴേക്ക് ഖൈറായ ബന്ധങ്ങൾ കളിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാഹ്. വീടില്ലാത്തവർക്ക് വീട് വെക്കാൻ ബുദ്ധി കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങൾക്കുള്ള സ്ഥാപനങ്ങൾ നീ വിജയത്തിലാക്കണേ അല്ലാഹ്. ജീവിത വഴിയുള്ള ഖൈറാക്കണേ അല്ലാഹ്. കണ്ടെത്താദൂരങ്ങളിലേക്ക് പടച്ചവനെ ജീവിത വഴിയിൽ വേണ്ടി ജോലിക്ക് വേണ്ടി പോയവരുണ്ട്, കടൽ കടന്നു പോയവരുണ്ട്. അല്ലാഹ് ഒരു തലവേദന വന്നാൽ സമാധാനിപ്പിക്കാൻ ഭാര്യയുടെ
പോയതാണ്. മാസങ്ങൾ കഴിഞ്ഞാൽ, ഒരു വർഷം കഴിഞ്ഞാൽ തിരിച്ചു വരുമെന്ന പ്രതീക്ഷ ഞങ്ങളിതാ കാത്തുകയാണ്. അതിനിടയ്ക്ക് മരിച്ചുപോയി നിൽക്കുന്ന ഗതികേട് വരുത്തല്ല നീ വരുത്തല്ല റബ്ബേ. ആദരത്തോടെ കൂടെ ഹലാലായ സമ്പാദ്യം ഉണ്ടാക്കി നിങ്ങളിലേക്ക് മടങ്ങി വരാൻ അവരെ നീ അനുഗ്രഹിക്കണേ റബ്ബാനേ. പടച്ചവനെ, നിങ്ങൾ പല പ്രശ്നങ്ങളും മലട്ടുന്നുണ്ട്, നിങ്ങളുടെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഒന്ന് സലാമത്ത് താവട്ടെ, കടങ്ങളെ കിട്ടാവട്ടെ, കൈവിട്ടുകൊടുത്ത പണം കിട്ടിക്കണേ റബ്ബേ. ഞങ്ങളെ വഞ്ചിക്കുന്നവരും വഞ്ചിക്കപ്പെടുന്നവരുമാക്കി മാറ്റില്ല അല്ലാഹ്. ഈ ലോകത്ത് വിജയിക്കുന്നവരാക്കണേ അല്ലാഹ്. ഞങ്ങൾക്കറിയില്ല റബ്ബേ ഏതാണ് ഖൈറെന്ന്. എല്ലാത്തിലും ഖൈറ് കിട്ടണേ റബ്ബേ. ശർറ് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ജീവിച്ചിരിക്കുമ്പോ ഞങ്ങളെ കണ്ടുകൊണ്ട് കാണാൻ കഴിയില്ലല്ലോ. ഒരുപാട് നൂറ്റാണ്ടുകളിൽ പുറത്ത് ജീവിച്ചവരല്ലേ ഞങ്ങൾ. പടച്ചവനെ, മരിക്കും മുമ്പ് ഒന്ന് സ്വപ്നത്തിലെങ്കിലും ഒന്ന് കാര്യമേ അതിനുള്ള ഈ മാനസികാക്കണേ റബ്ബേ. റസൂല് കിടക്കുന്ന പുണ്യസ്ഥാനം റൗദയിൽ ചെല്ലാൻ അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്ന ഖൽബിൽ നിന്ന് സലാം പറയുമ്പോ നിങ്ങളെ പെടുത്തണേ അല്ലാഹ്. ഹജ്ജിനും ഉംറയ്ക്കുമുള്ള ഭാഗ്യം റബ്ബേ. ഈ വിശുദ്ധ മാസം അനുകൂലമാക്കണേ അല്ലാഹ്. കേടാക്കല്ല റബ്ബേ. തെറ്റുകൾ ഒരുപാട് ചെയ്തെങ്കിലും, റമദാൻ കടന്നു വന്നിട്ട് പോലും ചെയ്തെങ്കിലും, പഠിച്ചവരെ എവിടെ ഇരുന്ന ഓരോ സെക്കൻഡിന് പുണ്യമല്ലോ, നിന്റെ പള്ളിയല്ലോ, നിന്റെ മജ്ലിസല്ലോ, ഇതിന്റെ ബർക്കത്ത് കൊണ്ടെങ്കിൽ ഒന്ന് സലാമത്താക്കണേ റബ്ബേ. പഠിച്ചവരെ, നിങ്ങളിങ്ങനെ വാദ പറയുമ്പോ, ദീനിന്റെ കാര്യം പറയുമ്പോ ഞങ്ങളുടെ മജ്ലിസിൽ വന്നിരിക്കുന്നവരുണ്ട്, ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്, നാളെ സ്വർഗ്ഗത്തിൽ സമ്മേളിക്കാൻ ഭാഗ്യപ്പെടണേ അല്ലാഹ്. അതിനുള്ള നിമിത്തമാക്കണേ റബ്ബേ. നരകത്തിൽ നിങ്ങൾ നീ കാക്കണേ റബ്ബാനേ. പടച്ചവനെ, ദുആകളെ സ്വീകരിക്കണേ അല്ലാഹ്. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. آمين برحمتك يا ارحم الراحمين. നേരത്തെ സൂചിപ്പിച്ചു, ഇമാം ഉസ്താദ് പറഞ്ഞു, ഉസ്താദ് നടക്കുന്ന സ്ഥാപനം ബഹുമാനപ്പെട്ട വാക്കൽ ഉസ്താദന്മാരാണ്, വലിയ പണ്ഡിതന്മാരും ദർസ് നടത്തുന്നവരുമാണ്, നടത്തിയവരുമൊക്കെയാണ്. ഇവിടെ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടോ ഇവിടെ ഏൽപ്പിക്കും. നമുക്ക് ആ സ്ഥാപനത്തിന് വേണ്ടി കൊടുക്കാം. ആ മക്കളെ ദുആ ഒരു പ്രാർത്ഥന നമുക്ക് ലഭിക്കട്ടെ. അല്ലാഹു നമ്മുടെ ഖൈറുകളെല്ലാം കൊടുക്കുമാറാവട്ടെ. ഉള്ളത് എന്താണോ അതിൽ ഏൽപ്പിക്കാം. നമുക്ക് ദുആ ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്